ദൈവത്തിന് എപ്പോഴും ആജ്ഞാനുവർത്തിയാണ് സാത്താൻ. ദൈവം പറയുന്ന കേൾക്കാതിരിക്കാൻ ഒരിക്കലും ഒരു ഏഞ്ചലിക് ബീയിങ്ങിനും സാധിക്കില്ല. അങ്ങനെ ദൈവം പറയുന്നത് നിഷേധിക്കാൻ ലോകത്തുള്ള ഒരു മൃഗത്തിനോ മത്സ്യത്തിനോ ഇഴജാതിക്കോ പറവകൾക്കോ മലകൾക്കോ സമുദ്രത്തിനോ സാധിക്കില്ല. ദൈവം പറയുന്ന കൽപ്പനകൾ അനുസരിക്കാതെ ധിക്കരിച്ച് എതിരെ നിൽക്കാൻ മനുഷ്യന് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ രാജ്യത്തിനെതിരെ എപ്പോഴും ഉയരുന്നത് മനുഷ്യൻ്റെ രാജ്യമാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ കാണുന്നത് ദൈവത്തിനെതിരെ യെരുശലേം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന യെരുശലേമിനെതിരെ മനുഷ്യനിർമ്മിതമായ ബാബിലോൺ മത്സരിക്കുന്നതാണ്. സ്വർഗത്തിലെ നീതിക്ക് എതിരെ മനുഷ്യൻ്റെ നീതി മത്സരിക്കുന്നതാണ് നമ്മൾ ലോകം മുഴുവൻ കാണുന്നത്. ബൈബിളിൻ്റെ ചരിത്രം മുഴുവൻ അതാണ് നമ്മൾ കാണുന്നത്. ഏദൻ തോട്ടത്തിൽ വെച്ച് സാത്താൻ പറഞ്ഞത് നീ എന്നെ വണങ്ങിക്കോ എന്നല്ല, നിന്നെ ഞാൻ ദൈവമാക്കാമെന്നാണ് പറഞ്ഞത്. മനുഷ്യനെ ദൈവത്തെ പോലെ ആക്കുക എന്നുള്ളതായിരുന്നു സാത്താൻ്റെ പരിപാടി. കാരണം മനുഷ്യന് മാത്രമേ ദൈവത്തോട് എതിർത്ത് നിൽക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ പഴം തിന്നു കഴിഞ്ഞാൽ നിനക്ക് ദൈവത്തെ പോലെ ആകാം, അതായിരുന്നു ദ ടെംപ്ടേഷൻ. മനുഷ്യൻ ആഗ്രഹിച്ചത് അത് തന്നെയാണ്, ഇന്നും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ദൈവത്തെ പോലെ ആകണം, ദൈവത്തെ ഓവർടേക്ക് ചെയ്യണം. ബാബേൽ ഗോപുരം പണിതപ്പോൾ അതായിരുന്നു അവൻ്റെ മനസ്സിൽ. ഓരോ രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുമ്പോഴും രാജാക്കന്മാർ ഞങ്ങൾ സ്വയം ദൈവം എന്ന് അവകാശപ്പെടുമ്പോഴെല്ലാം അവരുടെ മനസ്സിൽ ദൈവത്തെ വെല്ലുവിളിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. ഇന്ന് നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ശാസ്ത്രത്തിൻ്റെ വളർച്ച നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡിലൂടെ ശാസ്ത്രം വളരെ നല്ലതാണെങ്കിലും അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന തത്വശാസ്ത്രം ദൈവത്തിനെതിരെയുള്ളൊരു വെല്ലുവിളിയാണ്. നിങ്ങളിപ്പോൾ ആളുകൾ മരിക്കുന്ന ഒരു ലോകത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. നമ്മൾ എത്ര പ്രാർത്ഥിച്ച് ക്യാൻസർ മാറിയാലും എത്ര പ്രാർത്ഥിച്ച് എയ്ഡ്സ് മാറിയാലും നമ്മൾ മരിക്കാതിരിക്കത്തില്ല. വി വിൽ ഓൾ ഡൈ. ഇനി മരിച്ചിട്ട് പുനരുത്ഥാനം പ്രാപിച്ചാലും പിന്നെ നമ്മൾ മരിക്കും. 2010 അന്ന് 19 വയസ്സുള്ളൊരു പയ്യൻ എന്നോട് പറഞ്ഞു, ശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം മനുഷ്യന് നിത്യജീവൻ കൊടുക്കുക എന്നുള്ളതാണ്. എനിക്കന്ന് ചിരിയാ വന്നു. ഇവൻ്റെ എന്തോ സ്ക്രൂ പോയതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഐ നെവർ തോട്ട് സയൻസ് വാസ് എയിമിങ് അറ്റ് ദാറ്റ്. മെഡിസിൻസ് ഒക്കെ വെച്ച് ശരിയാ, ഓക്കെ, മെഡിസിൻസ് ഒക്കെ വെച്ച് എത്ര നാൾ നോക്കും? നമ്മുടെ 40 വയസ്സ് 60 വയസ്സിലൊക്കെ പണ്ട് മരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പം കുറച്ചുകൂടെ വെജിറ്റബിൾ പോലെ ആണെങ്കിലും ബെഡ് റിഡൺ ആണെങ്കിലും 70, 80, 90 വയസ്സ് വരെയൊക്കെ മിക്കവാറും ആൾക്കാരും പുള്ളോൺ ചെയ്ത് പോകുന്നുണ്ട് മെഡിസിൻ കാരണം. പക്ഷേ 28 വയസ്സോടുകൂടി നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്ന വളർച്ച പിന്നെ തളർച്ച ആരംഭിക്കും. പതുക്കെ നമ്മുടെ ശരീരത്തിനകത്ത് തളർച്ച, ക്ഷീണം തുടങ്ങുന്നത് 30-ാം വയസ്സെന്ന് വേണേൽ തൊട്ട് പറയാം. ക്ഷീണത്തിൻ്റെ കാലം തുടങ്ങും. അത് തടയാൻ പറ്റുമോ? അത് തടയുക എന്ന് പറയുന്നത് ശാസ്ത്രത്തിന് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടോ? പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് അങ്ങനെയല്ല ശാസ്ത്രം അതിനെ നേരിടുന്നത്. എന്നെപ്പോലെ തന്നെ ഇരിക്കുന്ന ഒരു റോബോട്ടിനെ കണ്ടുപിടിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് മെഷീൻ ലേണിങ്ങിലൂടെ, അതായത് മെഷീൻ തന്നെ പഠിക്കും നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ചിരി, എൻ്റെ ചിരി, ഞാൻ എന്തൊക്കെ പ്രസംഗിക്കും, അതൊക്കെ മെഷീൻ കണ്ടുപിടിക്കും. എന്നിട്ട് ആ മെഷീനോട് കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ മെഷീനോട് ചോദിച്ചു, കർത്താവ് എങ്ങനെയാണ് പാപികളെ രക്ഷിക്കുന്നത്? അത് നല്ല ഒന്നാം തരമായിട്ട് ഞാൻ മറുപടി പറയും. പ്രതിമകൾ സംസാരിക്കും. ഇവർ പിന്നെ മരിക്കുകയില്ല. അപ്പം മനുഷ്യൻ ദൈവത്തോട് ചോദിക്കുക, നീ സൃഷ്ടിച്ചൊക്കെ കണ്ടോ? കുറേ കഴിയുമ്പോൾ കിഡ്നി പ്രോബ്ലം, ലിവർ പ്രോബ്ലം, ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കണ്ടോ? പാർട്സ് മാറിയിട്ടാൽ മതി, പ്രോസസ്സർ മാറ്റിയാൽ കുറച്ചുകൂടെ പവർഫുൾ ചേസ് ഉണ്ടാവും. ഒരിക്കലും തകർത്ത് കളയാൻ പറ്റാത്ത സാധനങ്ങളെ ഉണ്ടാക്കി വിടുന്നത് ദൈവത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ്. ഇനി അതുമാത്രമല്ല, സ്നേഹം, ക്രിസ്തുവിൻ്റെ വിശ്വാസം ഏറ്റവും വലിയ സ്നേഹമെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അപ്പോൾ അവർ പറയുന്നത് എന്നറിയോ? നിങ്ങൾ വലിയ സ്നേഹമൊന്നുമല്ല, നിങ്ങൾ ഹോമോസെക്ഷൽസിനെയും ഇങ്ങനെ ലെസ്ബിയൻസിനെയും ഇങ്ങനെയുള്ള ആൾക്കാരും നിങ്ങൾ സ്നേഹിക്കുന്നില്ലല്ലോ. നിങ്ങൾ അവർക്ക് കർത്തൃമേശ കൊടുക്കുമോ? നിങ്ങളവരെ സ്ഥാനപ്പെടുത്തുമോ? കല്യാണം കഴിപ്പിച്ച് കൊടുക്കുമോ? ഞങ്ങളതും ചെയ്യും. നിങ്ങളുടെ സ്നേഹമാണോ ഞങ്ങളുടെ സ്നേഹമാണോ വലുത്? മനുഷ്യൻ പറയാണ്, ഞങ്ങളുടെ നീതി ദൈവമേ നിൻ്റെ നീതിയേക്കാളും വലുതാണ്. ഇന്ന് ലോകം മുഴുവൻ ക്രിസ്ത്യാനികളെ കാണുന്നത് അത്രയൊന്നും സ്നേഹമില്ലാത്തവരെന്നാണ്. കാരണം നമ്മൾ ഹോമോസെക്ഷൽസിന് കർത്തൃമേശ കൊടുക്കുന്നില്ല, സഭയിൽ കൂട്ടുന്നില്ല, പാർട്ട്ണർഷിപ്പ്. അപ്പം തിരിച്ചുഭേദം കാണിക്കുന്നു സെക്ഷുവാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ.
അപ്പം നമ്മളാണോ നാട്ടുകാരാണോ കൂടുതൽ സ്നേഹമുള്ളവർ? അപ്പോൾ ലോകം ദൈവത്തിന് മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു പിക്ചർ, നിന്നേക്കാൾ നീതി എന്താണെന്ന് ഞങ്ങൾക്കറിയാം, നിന്നേക്കാൾ സൃഷ്ടിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാം. ഒരാളെ സൃഷ്ടിക്കുമ്പോൾ ഇങ്ങനെ വളഞ്ഞുകൂടി ചത്തുപോകുന്ന രീതി സൃഷ്ടിക്കരുത്. മനുഷ്യൻ ദൈവത്തോട് പറയുന്നത്, ഞങ്ങൾ സൃഷ്ടിക്കുന്നത് നോക്കൂ, പെർഫെക്റ്റ് ക്രീച്ചേഴ്സ്. ഇതാ വെല്ലുവിളി എന്ന് പറയുന്നത്. നിസ്സാര കാര്യമല്ല ഇത്. അന്ത്യകാലത്ത് മനുഷ്യൻ ദൈവത്തെ വെല്ലുവിളിക്കുന്നത് അവൻ്റെ ജ്ഞാനത്തിലൂടെയാണ്. ആ പഴം, അന്ന് പണി ചെയ്ത ആ പഴം തന്നെയാണ് ദൈവത്തിനെതിരെയുള്ള ഏറ്റവും വലിയ ആയുധമായിട്ട് സാത്താൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയാണ് ഈ സാത്താൻ്റെ പ്രവൃത്തികൾ ഇന്ന് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഈ മനുഷ്യൻ്റെ രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി സാത്താൻ പരിശ്രമിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യവും 23-ാം വാക്യവും നമുക്കൊന്ന് വായിക്കാം. രണ്ടും മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 17-ഉം 23-ഉം. യേശു അവനോട്, ബറയോനാ ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നതെന്ന് പറഞ്ഞു. 23-ാം വാക്യം വായിച്ചേ. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ. അപ്പോൾ 6 വാക്യം കഴിഞ്ഞപ്പോഴേക്കും ഈ ഭയങ്കര അനുഗ്രഹീതനായ ശീമോൻ ആരായി മാറി? സാത്താനായി മാറി. എന്ത് ചെയ്തു പത്രോസ്? ഇതിൻ്റെ ഇടയിൽ എന്ത് ചെയ്തു പത്രോസ്? സാത്താൻ വർഷിപ്പിന് പോയോ? യേശുക്രിസ്തുവിനെ തള്ളി പറഞ്ഞോ? വിശ്വാസം വിട്ടുപോയോ? ഒന്നും ചെയ്തില്ല. ക്രിസ്തുവിനെ കുറച്ചുകൂടെ സ്നേഹിച്ചതേ ഉള്ളൂ. കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നിനക്ക് മാത്രം ഇങ്ങനെയുള്ള ദുരിതങ്ങളൊന്നും വരരുത്, എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല. സ്നേഹമല്ലേ? ക്രൂശിലോട്ട് പോകാന്ന് പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, നിനക്കിതൊരിക്കലും സംഭവിക്കരുത്. അത്രയും പറഞ്ഞോളൂ. കർത്താവ് അവൻ എന്താ വിളിച്ചത്? സാത്താൻ. അതെങ്ങനെ സാത്താനായി മാറിയത്? അടുത്ത വാക്യത്തിൽ ഇങ്ങനെ പറയും, നീ എനിക്ക് ഇടർച്ചയാകുന്നു. എങ്ങനെ ഇടർച്ചയായത്? നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത്. അത്രയും മതി. സാത്താനാകാൻ എന്ത് ചെയ്താൽ മതി? എന്ത് ചെയ്താൽ മതി? മനുഷ്യരുടേത് കരുതിയാൽ മതി. പ്രാർത്ഥിക്കുമ്പം എന്താ പ്രാർത്ഥിക്കുന്നത്? ഞങ്ങളുടെ കാര്യം, ഞങ്ങളുടെ കാര്യം, ഞങ്ങളുടെ രാജ്യം വലുതാക്കണം, ഞങ്ങളുടെ പിള്ളേരെ വലുതാക്കണം, ഞങ്ങളുടെ പൈസ കീശ വലുതാക്കണം. മനുഷ്യൻ്റെ കാര്യം. ഞങ്ങൾക്ക് ആരോഗ്യം തരണം, ഞങ്ങൾക്ക് ജോലി തരണം, എല്ലാം മനുഷ്യൻ്റെ കാര്യം. അടുത്ത ഒക്ടോബറിൽ നിങ്ങൾക്ക് വിടുതലാണ് എന്ന് പറയുമ്പം മോളിൽ നിന്ന് ദൈവം വിളിക്കും, സാത്താനെ, സാത്താനെ. കാരണം എന്താ? ആരുടെ കാര്യം പറയുന്നത്? മനുഷ്യൻ്റെ കാര്യം. ഒരു ക്രൂശ് നിങ്ങൾക്ക് വരരുത്. ഈ ക്രൂശിൽ നിന്ന് ഒരു ക്രൂശ് വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഉപവാസം പ്രഖ്യാപിക്കും, അതിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി. ക്രൂശിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള മനുഷ്യൻ്റെ എപ്പോഴത്തെയും തന്ത്രം, എപ്പോഴത്തെയും പ്രാർത്ഥന. അപ്പോൾ ഈ ഇന്ന് കേൾക്കുന്ന 100,000 കോടി പ്രസംഗങ്ങൾ ഏതെങ്കിലും ദൈവത്തിൻ്റെ കാര്യം അന്വേഷിക്കുന്നുണ്ടോ? ഏതെങ്കിലും ദൈവത്തിന് എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ടോ? എല്ലാം മനുഷ്യരുടെ കാര്യം. ആരാധനയുടെ കാര്യം പറയുമ്പോൾ പോലും എന്താ പറയുന്നറിയോ? ആരാധിക്കുമ്പോൾ നമുക്ക് വിടുതൽ. എന്തിനാരാധിക്കുന്നേ? അതും മനുഷ്യരുടെ കാര്യം. അതിൻ്റെ കാരണം, ഇന്ന് പ്രസംഗകർ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അവർക്ക് മുൻപിലുള്ളവരാണ് ദൈവങ്ങൾ. അവർ പ്രസാദിക്കണം. ആര് പ്രസാദിക്കണം? മുമ്പിലിരിക്കുന്ന ആളുകൾ പ്രസാദിക്കണം. അപ്പോൾ അവരുടെ രാജ്യം വലുതാകണം. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, പണക്കാർ സഭയിൽ വരുന്നതാണോ നമുക്കൊരു സന്തോഷം? പാവങ്ങൾ വരുന്നതാണോ സന്തോഷം? രണ്ട് സന്തോഷമായിരിക്കും, പക്ഷെ പ്രയോജനം ഏതാ? പണക്കാർ വരുന്നത്. ഒരു 10 പണക്കാർ ഒരു ചർച്ചിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ചർച്ചിൻ്റെ ഷേപ്പ് മാറും. ഇതൊന്നും ആയിരിക്കില്ല ഇവിടുത്തെ സ്ഥിതി. അതുകൊണ്ടാണ് വിലയേറിയ മീൻ പിടിക്കുന്ന വലയുമായിട്ട് ഇവർ നടക്കുന്നത്. മനസ്സിലായോ? മനുഷ്യരുടെ കാര്യം. ഈ മനുഷ്യരുടെ കാര്യം എന്നുള്ളത് ഏറ്റവും മനോഹരമായിട്ട് കാണിച്ചിരിക്കുന്നത് ഈ മീൻ പിടിക്കാൻ രാത്രി നടന്ന ശിഷ്യന്മാരുടെ കഥയാണ്. അവർ രാത്രി മുഴുവൻ മീൻ പിടിച്ചു. അപ്പോൾ മനുഷ്യരുടെ കാര്യം ഇവിടെ ഉണ്ടായിരുന്നു. രാത്രി 2 മണിക്കും 3 മണിക്കൊക്കെ മീൻ പിടിക്കാൻ പോകണമെങ്കിൽ അവർ വലിയ ദാരിദ്ര്യത്തിലായിരുന്നിരിക്കണം. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യില്ലല്ലോ. നമ്മളൊരു 10-11 മണിയെ നോക്കി ഒന്നും കിട്ടിയില്ല, നാളെ നോക്കാം, ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് പോയില്ലല്ലോ. അവരവിടെ രാത്രി മുഴുവൻ, പകൽ മുഴുവൻ, രാവിലെ 5 മണിക്ക് മീൻ വലയിട്ടുകൊണ്ടിരിക്കുമോ. അപ്പോഴേ കർത്താവ് അവിടെ വരുന്നത്.
കർത്താവ് പറഞ്ഞു ആഴത്തിലേക്ക് നീക്കി വല വീശുക. അപ്പോൾ വലിയൊരു മീൻകൂട്ടം അതിനകത്ത് കയറി. ഞാനായിരുന്നെങ്കിൽ കർത്താവിനോട് എന്ത് പറഞ്ഞതെന്നറിയോ? നീ ഇല്ലാത്ത ബിസിനസ് എല്ലാം നഷ്ടമാണ്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ ബിസിനസ് നഷ്ടം ഉണ്ടാകാൻ കാരണം നീ എൻ്റെ പടകിലില്ലാതിരുന്നുകൊണ്ടാണ്. അതുകൊണ്ട് നീ ഇല്ലാതെ ഇനി ഞാൻ മീൻ പിടിക്കാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ മീൻ പിടിക്കാൻ പോകുമ്പോൾ ആര് പടകിൽ വേണം? നിങ്ങൾ ബിസിനസ് ചെയ്യാൻ രാവിലെ ഇറങ്ങുമ്പോൾ ആര് ബിസിനസ്സിന് കൂടെ നിൽക്കണം? ബിസിനസ്സിൽ കൂടെ നിന്ന് കർത്താവ് ബിസിനസ് അനുഗ്രഹിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്ത് കൊടുക്കും ദൈവത്തിന്? കിട്ടുന്നതിൻ്റെ എല്ലാം ദശാംശം കർത്താവിന് കൊടുക്കും അല്ലേ? കൊടുക്കൂലേ? അപ്പം 100 അയല കിട്ടിയാൽ ഈ കാണിച്ച് വല വീശണ്ട എവിടെയാന്ന് കാണിച്ചു തരുന്ന കർത്താവിന് എത്ര അയല കൊടുക്കും? 10 അയല കൊടുക്കണ്ടേ? അപ്പം കർത്താവ് പറയും ഞാൻ നിന്നെ സഹായിക്കാം, പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. നീ 100 അയല പിടിച്ചാൽ 10 അയല എനിക്ക് കൃത്യമായിട്ട് നീ തരണം. അപ്പം ഞാൻ പറയും തന്നേക്കാം കർത്താവ്, 9 ആക്കരുത്, ചീഞ്ഞത് തരരുത്, നല്ലത് നോക്കി തരണം. ഓക്കെ തന്നേക്കാം, എന്നാൽ ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ കർത്താവ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവിടെ 10% കമ്മീഷൻ മേടിക്കുന്ന ഒരു ബിസിനസ് അഡ്വൈസറായിട്ട് നമ്മുടെ രാജ്യം പണിയാൻ നമ്മുടെ കൂടെ നിൽക്കുന്നു. ആരും ഞെട്ടിയില്ലല്ലോ? ഞെട്ടിയോ? ഞെട്ടിയില്ല. നിങ്ങൾ ദശാംശം കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ, ഈ കമ്മീഷൻ ഏജന്റ് കർത്താവ് നിങ്ങളോട് ഉണ്ടാവില്ല. നിങ്ങളുടെ ബിസിനസ് പൊട്ടിപ്പോകും. മര്യാദയ്ക്ക് ദശാംശം കൊണ്ട് കിട്ടോ. കാരണം എന്താ? ആ ബ്രോക്കർ ഫീസ് കൃത്യമായിട്ട് നിങ്ങൾ കൊടുത്തിരിക്കണം. അത് എവിടെ വല വീശണമെന്ന് പറഞ്ഞു തരുന്നതിൻ്റെ കൂലിയാണ്. ഇങ്ങനെയല്ലേ നമ്മുടെ മതം ഓടിക്കൊണ്ടിരിക്കുന്നത്? അപ്പം ഇത് ആരുടെ കാര്യം? അപ്പം ദൈവം മുകളിൽ ഇരുന്നുകൊണ്ട് സാത്താനെ എന്ന് വിളിക്കുന്നതിനകത്ത് വല്ല അത്ഭുതമുണ്ടോ? എൻ്റെ വിശാലമായ വഴിയിലേക്ക് ദൈവത്തെ ഇറക്കിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ഈ പാടുപെടുന്നത്. ഈ കൺവെൻഷനുകൾ മൊത്തം പണ്ടിങ്ങനൊന്നും അല്ലായിരുന്നു. പണ്ട് കർത്താവിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുന്ന കാര്യമായിരുന്നു. ഒരു 25-30 വർഷം മുമ്പ് കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുന്ന കാര്യമാണ് പറയുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ വിഷയങ്ങൾക്കകത്തേക്ക് കർത്താവ് ഇറങ്ങി വരുന്ന കാര്യമാണ് പറയുന്നത്. അങ്ങോട്ട് പോകുന്ന അജണ്ട തന്നെ നമ്മൾ നിർത്തി, ആ പരിപാടി തന്നെ നമുക്ക് നിർത്തി. അതുകൊണ്ട് ആവശ്യമില്ലാന്നാക്കി. ഇവിടെ കാര്യങ്ങൾ നടക്കണം. അതുകൊണ്ട് നമ്മുടെ പാട്ടുകളെല്ലാം മാറി. അന്ന് മുഴുവൻ പ്രത്യാശാഗാനങ്ങളായിരുന്നു. ഇന്ന് പാടുന്നതൊക്കെ എന്താണ്? എൻ്റെ വീട്ടിൽ ആഹാരം കുറയില്ല. അത് പിന്നെ പോട്ടെ, കുറയണ്ട, തിന്നോ. പുറകെ വരുന്ന എൻ്റെ അധ്വാന ഫലം ഞാൻ തന്നെ തിന്നും, ഒരുത്തിനും കൊടുക്കില്ല. പാട്ടാ. പിന്നെ എൻ്റെ പുരയ്ക്കകത്തേക്ക് നീ വരരുത്, ഞാൻ കൊള്ളാത്തവനാണ്, ഇനി അങ്ങനെ തന്നെ ജീവിക്കാനാണ് ഉദ്ദേശം. നീ വെളിയിൽ നിന്നുകൊണ്ട് എനിക്ക് അനുഗ്രഹങ്ങൾ തന്നേക്ക്. വീട്ടിൽ കയറാൻ ഞാൻ സമ്മതിക്കില്ല, കാരണം ഞാൻ കൊള്ളില്ല. ഈ നന്നാവാനൊട്ട് പ്ലാനും ഇല്ല. ഒരു തലമുറ മുമ്പ് അവർ പറയുമായിരുന്നു എൻ്റെ ഹൃദയത്തിൽ കർത്താവുണ്ടെന്ന്. പിന്നെ നമ്മുടെ ആദ്യകാലം വന്നപ്പോഴേക്കും ഒരു ബോർഡടിച്ച് ഡോറിൽ തൂക്കി, കർത്താവ് ഈ വീടിൻ്റെ നായകൻ. ഓർമ്മയുണ്ടോ? അതിപ്പോൾ എങ്ങും കാണാനില്ല. ഇപ്പം കർത്താവിന് വീട്ടിൽ കയറ്റാറില്ല. പുരക്കകത്ത് വരാൻ ഞാൻ പോരാത്തവനായതുകൊണ്ട് ഇതും പാടുമ്പോൾ ആൾക്കാർ ആത്മാവിലാവുന്നുണ്ട്. ഏത് ആത്മാവെന്ന് മാത്രമേ പ്രശ്നമുള്ളൂ. കർത്താവ് എൻ്റെ വീട്ടിൽ വരണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പാടുമ്പോൾ എവിടെയെങ്കിലും ആത്മാവ് വരുമോ? വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇതെല്ലാം മനുഷ്യരുടെ കാര്യം. മനുഷ്യരുടെ രാജ്യം വലുതാവുക, മനുഷ്യരുടെ മഹത്വം വർദ്ധിപ്പിക്കുക. ഇന്ത്യക്ക് എന്ത് മഹത്വം? പോവുകയാണെങ്കിൽ വല്ല ബ്രിട്ടൻ UK പോകണം, അവിടെയാണ് മഹത്വം. അത് അന്വേഷിക്കുക. ഇതാണ് ഇന്ന് പ്രവാചകന്മാർ ചെയ്യുന്നത്, പാസ്റ്റർമാർ ചെയ്യുന്നത്. അങ്ങനെ ഒരു റിലീജിയൻ നമുക്കുണ്ടായി വന്നിരിക്കുകയാണ്. എത്ര പ്രാവശ്യം കേട്ടാലും മനസ്സിലാകാത്ത പ്രസംഗം ഞാൻ പറയാൻ കാരണം നാളെയും മിക്കാറ് ആൾക്കാരൊക്കെ ഇതൊക്കെ തന്നെ ചെയ്യുള്ളൂ. കാരണം ഇത് സോ പവർഫുൾ. മനുഷ്യൻ്റെ രാജ്യം. മനുഷ്യർക്കുള്ളത് കരുതുന്നത് സുവിശേഷമല്ല, ദൈവത്തിനുള്ള കരുതുന്നതാണ് സുവിശേഷം. അപ്പം നിങ്ങൾ ചോദിക്കും, അപ്പം മനുഷ്യരുടെ കാര്യം എന്ത് ചെയ്യും? ആഹാരം വേണ്ടേ? ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടല്ലേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്? ശരിയാണ്, അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് കർത്താവ് തന്നോളും. മക്കൾ കിടന്ന് കരഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കില്ല? നിങ്ങളെക്കാൾ സ്നേഹം സ്വർഗത്തിലിരിക്കുന്ന പിതാവിനില്ലേ? അപ്പോൾ പിന്നെ നിങ്ങൾ ചോദിച്ച് നിലവിളിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഈ ലോകത്തിലെ ആഹാരവും വസ്ത്രവും ജീവിക്കാനുള്ളത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചോ, ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം. പക്ഷെ നമ്മൾ അത് നോക്കില്ല, ദൈവത്തിൻ്റെ വഴി നോക്കില്ല. നമ്മൾ എന്ത് നോക്കിക്കൊണ്ടിരിക്കും? ഉപജീവന ചിന്ത നോക്കിക്കൊണ്ടിരിക്കുമ്പം എന്താ സംഭവിക്കുന്നത്? ഇന്നൊരു പാസ്റ്റർ വന്ന്, ഞാൻ വേദനയോടെ ഓർക്കുക, ആ പാസ്റ്റർ മരിച്ചുപോയി. ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പ്രസംഗിക്കുന്നൊരു പ്രസംഗം
ഒരു തെരുവിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഇന്ന് രാത്രി കർത്താവ് വന്നാൽ. പുള്ളി ഭയങ്കര വൈബ്രേഷൻ കൊടുക്കുന്നുണ്ട്, പക്ഷെ ആരും അനങ്ങുന്നില്ല. എത്ര പ്രാവശ്യം കേട്ടത്, ഇന്ന് വന്നാൽ നാളെ വന്നാൽ, ഇത് വരില്ല നമ്മുടെ ഉള്ളിൽ ആരോ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ആരും അനങ്ങുന്നില്ല. അവസാനം പുള്ളിക്ക് മനസ്സിലായി, ഇങ്ങനെ പ്രസംഗം പോയാൽ ഒരാൾ പോലും സ്തോത്രം പറയില്ല. ലാസ്റ്റ് പുള്ളി ആ പ്രസംഗം ഒന്ന് മാറ്റി. അവസാനം 5 മിനിറ്റ്, നിങ്ങളുടെ വിഷയങ്ങൾ എന്തായാലും, അവിടെ എല്ലാവരും ആത്മാവിലായി. ആത്മാവാണ് എന്താണെന്ന് അറിയത്തില്ല. എവ്രി വൺ വാസ് എക്സൈറ്റഡ്. കാരണം എന്താ? മനുഷ്യരുടെ കാര്യം വരണം. ദൈവത്തിൻ്റെ കാര്യം ആരെയും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. മനുഷ്യൻ്റെ കാര്യം വരുമ്പോഴേക്കും ആ സ്പ്രിങ് അവിടെ ഫിറ്റ് ആവും. ഇത് ഒരു സഭയുടെ പ്രശ്നമല്ല, ലോകം മുഴുവൻ അന്ത്യകാലത്ത് സംഭവിച്ചിരിക്കുന്ന വിശ്വാസത്യാഗമാണ്. ഗോഡ് ഈസ് ഫോർ മീ ടു എൻഹാൻസ് മൈ ബിസിനസ്. എൻ്റെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ എനിക്ക് കിട്ടിയ ഒരു ശക്തിയാണ് ദൈവം. മറ്റു മതക്കാർ പണ്ടേ തുറന്നു പറയുന്നുണ്ട്, അവരുടെ ദൈവങ്ങളുടെ പേരിട്ടിരിക്കുന്നതിനെ ധനത്തിൻ്റെ പേരിലൊക്കെയാണ്. അപ്പോൾ കർത്താവിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന പരിപാടിക്ക് പകരം നമ്മൾ അങ്ങോട്ട് പോകുന്ന ഒരു പരിപാടിയിലേക്ക് വന്നില്ലെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ ആൾക്കാരല്ല, മനുഷ്യരുടെ രാജ്യത്തിൻ്റെ ആൾക്കാരാണ്. സന്തോഷമായ? അപ്പോൾ ഇനി എവിടെയെങ്കിലും ഈ ഹാർവസ്റ്റ് ടി വിയിൽ അവിടെ ഇവിടെയൊക്കെ പോയിരുന്ന്, പവർ വിഷനിലൊക്കെ പോയിരുന്ന അവർ ഇന്ന് വിടുതൽ എന്ന് പറഞ്ഞിട്ട് അവർ 2-3 ആഴ്ച മുമ്പ് പറഞ്ഞാൽ ഇന്നത് നിങ്ങളിപ്പോഴാണ് കേൾക്കുന്നതേ ഉള്ളൂ. പുള്ളി പറഞ്ഞ് ഇന്നൊക്കെ കഴിഞ്ഞു. ഇതും കേട്ടോണ്ടിരുന്നാൽ ഈ വാഗ്ദത്തങ്ങളൊക്കെ മാനുഷികവും മനുഷ്യരെ സംബന്ധിക്കുന്നതുമാണ്. നിങ്ങൾ ശരിക്കും വിശ്വാസത്തിലാണെങ്കിൽ മരിച്ചു പോയതിനെ കൊള്ളു. ഇച്ചിരി വെള്ളം കുടിക്കട്ടെ, നിങ്ങളെ വെള്ളം കുടിപ്പിക്കുവാണ്. നമ്മൾ ശരിക്കും വിശ്വാസത്തിലാണെങ്കിൽ മരിച്ചു പോയാലെന്നെ കുഴപ്പം? കുഴപ്പമുണ്ട്. കാരണം സ്വർഗത്തിൽ പോകുന്ന ഉറപ്പില്ല. അതുകൊണ്ട് ഭയങ്കര കുഴപ്പമാണ്. മരിച്ചെങ്ങാനും പോയാൽ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമില്ല മരിക്കുന്നതിന് മുമ്പ് 1 മിനിറ്റ് ഒന്ന് മാനസാന്തരപ്പെടാൻ സമയം കിട്ടണമെന്ന്. അങ്ങനെ ആഗ്രഹമുള്ളവർ എനിക്കില്ല. ആ 1 മിനിറ്റ് കിട്ടിയാലും ഞാൻ മാനസാന്തരപ്പെടാനൊന്നും പോകുന്നില്ല. എനിക്ക് ശരിക്കും മാനസാന്തരപ്പെടേണ്ട എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല. ഈ ദൈവത്തിൻ്റെ രാജ്യവും മനുഷ്യൻ്റെ രാജ്യവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. എങ്കിലും അന്ത്യകാലത്ത് എതിർ ക്രിസ്തു വരുമ്പം ഇത് ഏത് വഴിയാണ് വരുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ. എതിർ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് അതൊരു മനുഷ്യൻ്റെ സംഖ്യ എത്ര എന്നാ, അല്ലേ? ബുദ്ധിയുള്ളവർ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ, അതൊരു മനുഷ്യൻ്റെ സംഖ്യ എത്ര? അത് 666. അതൊരു മനുഷ്യൻ്റെ സംഖ്യയാണ്. 2 നഗരങ്ങളുടെ കഥയാണ് ബൈബിൾ. ഒന്ന് ജെറുസലേമും ഒന്ന് ബാബിലോൺ. ബാബിലോൺ മനുഷ്യനിർമ്മിതവും യെരുശലേം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതുമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, കർത്താവ് ഈ മനുഷ്യൻ്റെ പുകഴ്ച അല്ലെങ്കിൽ മനുഷ്യൻ്റെ രാജ്യത്തെ തകർക്കാൻ വേണ്ടി എന്താണ് ചെയ്തത്? ഈ സാത്താൻ കർത്താവിനെ ഏറ്റവും ഉയരത്തിൽ മലയുടെ മുകളിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ട് എന്താ കാണിച്ചു കൊടുത്തത്? സാത്താൻ്റെ മഹത്വമാണോ കാണിച്ചു കൊടുത്തത്? ലോകത്തിൻ്റെ മഹത്വം കാണിച്ചു കൊടുത്തത്. അവിടെ ഇരുന്ന രാജാക്കന്മാരുടെയും ധനവാന്മാരുടെയും മനുഷ്യരുടെ മഹത്വം തന്നെ കാണിച്ചു കൊടുത്തത്. മനുഷ്യരുടെ രാജ്യം എത്ര ഗ്ലോറിയസ് ആണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാണുന്ന അവൻ പറഞ്ഞത്. ഇറ്റ് വാസ് നോട്ട് സേറ്റൻസ് കിങ്ഡം, ഇറ്റ് വാസ് ഹ്യൂമൻ കിങ്ഡം. മലയുടെ മുകളിൽ പോയി നിന്ന് കർത്താവിനെ കാണിച്ചു കൊടുത്തത് മനുഷ്യർ ഭൂമിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മനോഹരമായ സാധനങ്ങളെയാണ്. അപ്പോൾ ദൈവം ഈ മനുഷ്യന്റെ ഹെജിമണി തകർക്കാൻ, അവന്റെ വെല്ലുവിളി തകർക്കാൻ വേണ്ടി എന്താ ചെയ്തതെന്നറിയോ? എന്താ ചെയ്തത്? റോമാലേഖനം 3:26 പറയുന്നു, ഞാൻ നീതിമാനും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനുമെന്ന് വരേണ്ടതിന്. അപ്പൊ നീതിമാൻ ആരാണ്, നീതി എന്താണെന്ന് ആര് തീരുമാനിക്കും? ഇതാണ് നമ്മുടെ പ്രശ്നം. പഴം തിന്നപ്പോൾ തൊട്ട് നമുക്കൊരു ചിന്തയുണ്ട്, നമുക്കറിയാം നീതി എന്താന്ന്. നമ്മൾ തീരുമാനിക്കും നല്ലതേത് ചീത്ത ഏത്. അവൻ ശരിയല്ല ബ്രദർ, ഇവൻ ശരിയാണ്, ഞാനാ തീരുമാനിക്കും. ഐ ഡിസൈഡ്. കാരണം ഞാനൊരു ജഡ്ജ് പോലെ വർക്ക് ചെയ്യുന്നു. ആരെ കണ്ടാലും നമ്മുടെ ഉള്ളൊരു ജഡ്ജ്മെന്റ് പാസ്സാവും. അവൻ പോരാ. ഈ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങളുടെ വരും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെങ്ങനെ പ്രാർത്ഥിച്ച് വല്ലതും കിട്ടണ്ടേ? ഒരു ജഡ്ജ്മെന്റ് വരും, ഇത് ശരിയാവില്ല, ഞങ്ങൾക്കുള്ളതല്ല.
അത് നമ്മുടെ മൈൻഡിൽ ഒരു ജഡ്ജ്മെൻ്റ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അതാ പഴം കാരണം നല്ലത് ഏത് ചീത്ത ഏതെന്ന് നമ്മുടെ ഒരു ലെവൽ വെച്ച് നമ്മൾ എപ്പോഴും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ദൈവം വന്ന് ആദമിനോട് ചോദിക്കുക, നീ ആ പഴം തിന്നല്ലേ? ആദം പറയാം, നീ തന്ന ഭാര്യ തന്നുകൊണ്ട് തിന്നു. അപ്പോൾ ആരാ പ്രതി? ദൈവം. പിന്നെ ദൈവം തന്ന ഭാര്യ, ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും പ്രതികൾ. ഹവയോട് ചോദിച്ചപ്പോൾ ഹവ സാത്താൻ്റെ പേരെ പറഞ്ഞു. പെന്തക്കോസ്തുകാർ പറയുന്നവർ സാത്താൻ ചതിച്ചതാ ബ്രദറെ. ആ സാത്താൻ്റെ പോരാട്ടം. ഹവ ആ ആളായിരുന്നു. എനിക്ക് ഹവയുടെ പാരമ്പര്യം നമുക്ക് കിട്ടിയേക്കുന്നത്. അവരുടെ കോടതിയിൽ അവരെപ്പോഴും പാവങ്ങളും മര്യാദക്കാരും വെറുതെ തല്ലുകൊള്ളുന്നവരും വെറുതെ ചീത്ത കേൾക്കുന്നവരുമാണ്. ഭാര്യ പറഞ്ഞ അയാളുടെ കൂടെ ജീവിച്ച് ഞാൻ മടുത്തു. കഴിഞ്ഞ സ്ഥലങ്ങൾ പറഞ്ഞ ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല അവരുടെ കൂടെ ജീവിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ പാവം? ഈ സഹോദരിയാ പാവം. ഇനി ഭർത്താവിനോട് സംസാരിച്ച് നോക്കി, അയ്യോ പാവം, അയാൾ അതിനേക്കാളും പാവം. അവിടെ പ്രശ്നക്കാരി മുഴുവൻ ഈ സഹോദരിയാണ്. ഒന്നുകൂടെ ചകഞ്ഞ് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് രണ്ടും പ്രശ്നമാണ്. പക്ഷേ അവനവൻ്റെ കോടതി മറ്റൊരാളുടെ കുറ്റം മാത്രമേ കാണുള്ളൂ. ഞാൻ അങ്ങനെ പറഞ്ഞപ്പം എന്തിനാണ് ആ പുള്ളി ഇങ്ങനെ പറഞ്ഞത്, ഞാൻ എന്തിനങ്ങനെ പറഞ്ഞു ഞാൻ ഒരിക്കലും ചോദിക്കില്ല. ഇനി ഇത് വേദശാസ്ത്രപരമായിട്ട് രക്ഷയെ സംബന്ധിച്ചൊന്ന് വ്യാഖ്യാനിച്ച് നോക്കിയാൽ കർത്താവ് പറഞ്ഞ കൽപ്പനകളൊക്കെ നമ്മളെ കൊണ്ട് തൊടാൻ പറ്റാത്തതായിരുന്നു. യേശു കർത്താവ് പറഞ്ഞ ഒരു കൽപ്പന നമുക്ക് അനുസരിക്കാൻ പറ്റുന്നതായിരുന്നില്ല. ഒരു കൽപ്പന പോലും. നിന്റെ വലത് കണ്ണ് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞ് കളയുക, അനുസരിച്ചോ? ഇല്ല. സ്വത്ത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അനുസരിച്ചോ? ഇപ്പം പോയി അനുസരിച്ചിട്ടോ? പറ്റുമോ? വാക്ക് പറഞ്ഞാൽ മതി, ഇത് കഴിയുമ്പോൾ നമുക്ക് ചെയ്യാം. എത്ര പേർ റെഡിയാ? അപ്പൊ പിന്നെ ദൈവം ഇത്രയും വലിയ നീതി വെച്ചാൽ നമ്മൾ എങ്ങനെ സ്വർഗത്തിൽ പോകും? ധനവാനായ ഒരു മനുഷ്യൻ കർത്താവിനെ അനുഗമിക്കാൻ ചെന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞു, നീ കൽപ്പനകളെ അനുസരിക്കാം. പറഞ്ഞു, ഞാൻ ചെറുപ്പം തൊട്ട് അനുസരിക്കുന്നുണ്ട്. ഒരു കുറവ് നിനക്കുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എന്നെ അനുഗമി. അവൻ വളരെ സ്വത്തുള്ളവനായിരുന്നുകൊണ്ട് ദുഃഖിച്ച് പോയി. കാരണം സ്വത്തുള്ളവർക്ക് കൊടുക്കാൻ താല്പര്യമില്ല. നമ്മളെപ്പോഴും പറയും ഇല്ലാത്തവർക്ക് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ബ്രദറെ, അവർക്കില്ല. എന്നാൽ ഉള്ളവരൊട്ട് ആർക്കും കൊടുക്കുകയുമില്ല. അത് ചുമ്മാ തോന്നുന്നതാണ്. ഉണ്ടായാൽ ആരും കൊടുക്കില്ല. പണ്ട് ഒരച്ഛനും മത്തായിച്ചേട്ടനും തമ്മിലുള്ള സംസാരം എന്ന് പറഞ്ഞുകൊണ്ടൊരു കോമഡി പണ്ട് വന്നതാണ്. അപ്പോൾ അച്ഛൻ മത്തായിച്ചേട്ടൻ ചോദിക്കുക, എടാ നിനക്ക് 2 വീടുണ്ടെങ്കിൽ നീ ഒന്നില്ലാത്തവന് കൊടുക്കും. അവൻ പറഞ്ഞു, ഉറപ്പായിട്ടും ഞാൻ കൊടുക്കും. 2 കാറുണ്ടെങ്കിലോ? ഞാൻ ഒന്നും ഇല്ലാത്ത ആൾക്ക് ഉറപ്പായിട്ടും കൊടുക്കും. 2 പശു ഉണ്ടെങ്കിലോ? അതും ഞാൻ ഉറപ്പായിട്ടും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഞാൻ ആ പശു തീർച്ചയായിട്ടും കൊടുത്തിരിക്കും. അടുത്ത് 2 ആടുണ്ടെങ്കിലോ? അത് മാത്രം ഞാൻ കൊടുക്കില്ല. അപ്പം അച്ഛൻ ചോദിച്ചാൽ പറഞ്ഞാൽ അത് മാത്രം കൊടുക്കാത്തത്, ആ 2 ആട് എനിക്കുണ്ട്, മറ്റേതില്ല. ആകെ 500 രൂപ പോക്കറ്റിലുള്ളപ്പം ആ 500 രൂപ കൊടുക്കാൻ വലിയ പാടില്ല. കാരണം 500 കൊണ്ടൊന്നും ചെയ്യാനില്ല. പക്ഷേ 2 ലക്ഷം രൂപ ഉള്ളപ്പം അതിനകത്ത് 25,000 എടുത്ത് കൊടുത്താൽ 2 ലക്ഷത്തിൻ്റെ റൗണ്ട് ഫിഗർ പോയി 1.25 ആവും. പിന്നെ ആ 2 ലക്ഷം ആക്കാൻ ഞാൻ പെടുന്ന പാട് എനിക്കറിയത്തുള്ളൂ. ഇല്ല ബ്രദറെ, ഒരാവശ്യത്തിന് വെച്ചിരിക്കുക, സോറി, അതാ പറയുള്ളൂ, അതേ വായിൽ വരുള്ളൂ. കാരണം തീർന്നു പോകുന്നുള്ള പേടി ഉള്ളവർക്ക്. ഇല്ലാത്തവർക്ക് തീരുന്നില്ല, ഉണ്ടാവുന്നുമില്ല. ഇല്ല, അവർ അഡ്ജസ്റ്റഡാ. അതുപോലെ ഈ മനുഷ്യന് ഒത്തിരി ധനം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ വല്ല പള്ളിക്കും കൊടുക്കാൻ പറഞ്ഞാൽ പുള്ളി കൊടുത്തേനെ. കാരണം അവിടെ എഴുതി വെക്കായിരുന്നു, മെമ്മോറിയം ഓഫ് ദ റിച്ച് യങ് റൂളർ ഇൻ മെമ്മോറിയൽ. എഴുതി വെച്ചാൽ മതി, അതൊരു ആശ്വാസമാണ്. പൈസ കൊടുത്തു വേണ്ടത് നമ്മളതിന് എഴുതി വെക്കും. പക്ഷേ ഇതല്ല, ഇത് എവിടെയോ കിടക്കുന്നവരെ ദരിദ്രന്മാർക്ക് കൊടുത്തിട്ട് പോരാൻ പറഞ്ഞു. അതാണ് ഈ പ്രശ്നം. ഒരു താങ്ക് യു നോട്ട് പോലും ഇല്ല, നന്ദി പറയാൻ പോലും ആരുമില്ല. എവിടെയെങ്കിലും കൊടുത്തിട്ട് നീ ഇങ്ങ് പോവാ. അവൻ പോയി കഴിഞ്ഞപ്പം ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, ഒരു ധനവാൻ ദേവരായത്തിൽ കിടക്കുന്നതിനേക്കാളും എളുപ്പം ഒരൊട്ടകം സൂചിക്കൊടിലൂടെ കിടക്കുന്നതാണ്. അപ്പം ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിക്കട്ടെ, ധനവാന്മാരാരെങ്കിലും എന്തെങ്കിലും സ്വർഗത്തിൽ പോവോ? എന്ത് ചെയ്യും? എങ്ങനെ പോവും? എങ്ങനെയെങ്കിലുമൊക്കെ പോവും അല്ലേ? പോകുമോ? ആദ്യം നിങ്ങളൊരു സൂചിക്കുഴ കണ്ടുപിടിക്കണം. ഞാൻ ഇന്ന് രാവിലെ ഒരു സൂചിക്കുഴ എടുത്ത് നോക്കി. നമ്മൾ പറയുന്ന പോലെയല്ല, അത് കാണുമ്പോൾ നമുക്ക് ഒരു വക അതിലൂടെ കിടക്കത്തില്ല. അതിലൂടെ ഒരു ഒട്ടകം കയറി പോകുന്ന ആലോചിച്ചെങ്കിൽ. ഓക്കെ, ഒട്ടകം പോയല്ലോ, ഒട്ടകത്തിൻ്റെ കാര്യം നമുക്ക് വിടാം.
ഒട്ടകം എന്ന് പറഞ്ഞാൽ ഒത്തിരി വലിയ മൃഗമാണ്. ആ റിച്ചി അങ്ങ് റൂളർ വലിയ മൃഗമായിരുന്നു. അതിനേക്കാളും വലിയ ആനകളും തിമിംഗലങ്ങളും ഇന്നുണ്ട്. അംബാനി അദാനി എന്നൊക്കെ പറഞ്ഞ വലിയ ആനകളും തിമിംഗലങ്ങളും അതൊന്നും ഈ വഴി സൂചിക്കുഴ അടുത്തോടെ പോലും പോകില്ല. ഇനി നമ്മുടെ കാര്യം നോക്കാം. നമ്മൾ എന്തോരം കാണും? അത് ഒട്ടകമാണെങ്കിൽ, അയാൾ ഒട്ടകമാണെങ്കിൽ നമ്മൾ എത്രയും കാണും? എത്ര വലിപ്പം കാണും? ഒരു പൂച്ച അത്രയും കാണുമോ? ഒരു പുഴു, നമ്മൾ പ്രാർത്ഥിക്കാൻ പറ്റില്ല, പുഴുവിനെ പോലെ സമർപ്പിക്കുന്നില്ലേ? പൊടിയെ പോലെ, പുഴുവിനെ പോലെ. പുഴു, ഒരു പുഴു ഇതിലെ കിടക്കുമോ? അപ്പൊ ശിഷ്യന്മാർ ചോദിച്ചു, ഇങ്ങനെയൊക്കെ ചെറിയ ഇതുമായിട്ട് വന്നു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെടാൻ ആരെ കൊണ്ട് പറ്റും? അങ്ങനെ ചോദിക്കുന്നു. ധനവാന്മാരില്ല, നമ്മൾ എങ്ങനെ പള്ളി പണിയെന്നല്ല ശിഷ്യന്മാർ ചോദിക്കുന്നു. ശിഷ്യന്മാർ ചോദിക്കുന്നു, ഇത്രയും ചെറിയ സൂചിയായിട്ട് നീ വന്നാൽ എങ്ങനെ ഞങ്ങൾ കിടക്കും? അതാണ് പ്രശ്നം. ധനവാനല്ല അവിടുത്തെ പ്രശ്നം. ഒരുത്തനും കിടക്കൂല എന്നതാണ് പ്രശ്നം. അപ്പൊ ശിഷ്യന്മാർ ഇങ്ങനെയാണെങ്കിൽ രക്ഷപ്പെടാൻ ആരെ കൊണ്ട് പറ്റും? ഇത്രയും ചെറിയൊരു സൂചിക്കുഴ. കർത്താവ് പറയുന്ന മനുഷ്യരാൽ അത് അസാധ്യമാണ്. അപ്പൊ ദൈവത്തിന്റെ നീതിയുടെ പ്രമാണങ്ങൾ ബാക്കി പറ. മനുഷ്യരാൽ പറഞ്ഞു അസാധ്യമാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ വലത് കണ്ണ് ചൂട് നിർത്തിറിഞ്ഞ് കളഞ്ഞിട്ട് വാ. കാരണം ഇടർച്ച വരുത്തായിരുന്നിട്ടില്ലെന്ന് എനിക്കറിയാം. ഉറപ്പായിട്ട് ഇടർച്ച വരുത്തിയിട്ടുണ്ട്. ഒന്ന് ചൂട് നിർത്തിറിഞ്ഞ് കളഞ്ഞാലോ? അനുസരിക്കാൻ പറ്റുമോ? പറ്റില്ല. അതൊക്കെ സൂചിക്കുഴയാണ്. കർത്താവ് പറഞ്ഞ എല്ലാ കൽപ്പനകളും സൂചിക്കുഴയിലൂടെ ഒട്ടകം കയറുന്ന പോലെയാണ്. നിങ്ങളുടെ പ്രസംഗിക്കാൻ പോകുമ്പം ഒരു ഡ്രസ്സ് എടുത്താൽ മതി. ചെരുപ്പ് എടുക്കരുത്, പേഴ്സ് എടുക്കരുത്. ഞാനിവിടെ പ്രസംഗിക്കാൻ വന്നപ്പോൾ തന്നെ എൻ്റെ എക്സ്ട്രാ ഡ്രസ്സ് ഒരെണ്ണം വണ്ടിക്കാതിരിപ്പുണ്ട്. പറ്റുന്നില്ല. നോക്കിയാൽ ഒറ്റയടിക്ക് അനുസരണക്കേടാ. എല്ലാവർക്കും സന്തോഷമായോ? സ്വർഗത്തിൽ പോകുമോ? പക്ഷേ സ്വർഗത്തിൽ പോകുമെന്ന് വരുത്താൻ വേണ്ടി നമ്മൾ ചില തന്ത്രങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതൊക്കെ എന്തൊക്കെയാന്ന് ഞാൻ പറയാം. കത്തോലിക്ക സഭയും യാക്കോബ സഭയും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ദയവായിട്ട് യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലിലേക്ക് നോക്കണ്ട. അത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന പരിപാടിയല്ല. അതുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ ഞങ്ങളൊരു പുതിയ ടെക്നിക്ക് കണ്ടുപിടിച്ചിരിക്കുന്നു. അതാണ് കൂദാശകൾ. സഭയുടെ കൂദാശകളിൽ നിങ്ങൾ കൃത്യമായിട്ട് സംബന്ധിച്ചാൽ നിങ്ങളുടെ ജന്മപാപം മാമോദീസ വഴി കഴുകപ്പെടുകയും നിങ്ങളുടെ മുകളിൽ മൂറോൻ പൂശുമ്പം നിങ്ങളുടെ മേൽ ആത്മാവ് വരികയും, അങ്ങനെയൊക്കെ സങ്കല്പിച്ചോണം. ഇതൊന്നും വരുന്നില്ല. പക്ഷെ കൂദാശകൾ വഴി ഓരോ ഞായറാഴ്ച കുർബാന അർപ്പിച്ച് അതിൽ പങ്കെടുത്ത് നിങ്ങളുടെ പാപം കഴുകി അവസാനം നിങ്ങൾക്ക് എവിടെ പോകാം? ഇതാണ് സഭകൾ കണ്ടുപിടിച്ച വഴി. ഏതെങ്കിലും സഭ പറയുന്നുണ്ടോ നിങ്ങൾ ഇത്രയും ചെയ്താലേ സ്വർഗത്തിൽ പോകുള്ളൂ? നോ, പറയാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ പറഞ്ഞ സഭകളുടെ ആവശ്യമില്ല. അവരവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളിതൊന്നും അനുസരിക്കാൻ പോകുന്നില്ല. സമ്മതിച്ചോ? ഇനി ഈ ഫ്രീ ചർച്ച്, പെന്തക്കോസ്റ്റൽ ചർച്ച് പോലെ ചർച്ചുകൾ അതിന് വേറൊരു വഴി കണ്ടുപിടിച്ചു. അവരും പറഞ്ഞ് അങ്ങോട്ട് നോക്കണ്ട. എങ്ങോട്ട്? യേശുവിൻ്റെ നീതിയിലേക്ക് നോക്കണ്ട, നമുക്ക് പുതിയ നീതി ഉണ്ടാക്കാം. അതെങ്ങനെ ഉണ്ടാക്കും? ജയിക്കുന്നവൻ വെള്ള ധരിക്കും. അതുകൊണ്ട് എല്ലാവരും വെള്ളവസ്ത്രമായാൽ ഒരിത്തിരി നീതി വരും. ഓക്കെ, ആയിക്കോട്ടെ, വെള്ളവസ്ത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ പോകുന്നത് വഴിക്ക് വെച്ചാൽ ആലോചിക്കുന്ന ടൈമില്ല വീട്ടിൽ കയറാൻ. ഒരു ബ്രൗൺ ഷർട്ട് ഇട്ടുണ്ടാണ് ഞാൻ പോകുന്നത്. ഇതുമായിട്ട് കൺവെൻഷൻ ഗ്രൗണ്ടിൽ കയറാൻ പറ്റുമോ? IPCയുടെ മീറ്റിങ്ങിന് പറ്റില്ല. എനിക്കറിയാം, അത് ഇറക്കി വിടുന്നില്ല. എന്നാലും വിചാരിക്കും ഈ കറുത്ത ഡ്രസ്സ് ഇട്ടവൻ്റെ പ്രസംഗമൊക്കെ ഞങ്ങൾ എങ്ങനെ കേൾക്കുന്നു. അതുകൊണ്ട് ഞാൻ അടുത്തൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി ദൈവത്തിൻ്റെ കൃപയാൽ എൻ്റെ തടിക്ക് പറ്റിയ ഒരു ഷർട്ട് അവിടെ ഉണ്ടായിരുന്നു. അത് വെള്ളയായിരുന്നു. അത് മേടിച്ചിട്ടുണ്ട് പോയി. വേറെ നിവൃത്തിയില്ല. നമ്മളൊരു നിലവാരം ഉണ്ടാക്കുക. എന്തിനു വേണ്ടി ഉണ്ടാക്കുന്നറിയോ? ദൈവം പറഞ്ഞിടത്തേക്ക് നമുക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ താഴെ ഒരു ലെവൽ വെച്ച് എനിക്ക് നീതിമാനെന്ന് തോന്നാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? മനുഷ്യരുടെ നീതിയുടെ ഒരു നിലവാരം ഉണ്ടാക്കി വെക്കുന്നു. അങ്ങനെ വെള്ള ഷർട്ടും വെള്ള മാസ്ക് വരെ വന്നു. ഓർമ്മയുണ്ടോ? അത് വെള്ള മാസ്ക് ആളുകൾ വിതരണം ചെയ്യുമായിരുന്നു വിശുദ്ധി കൂട്ടാൻ വേണ്ടി. ആഭരണം ഊരി വെള്ളവസ്ത്രം ധരിച്ച് മീശ വടിച്ച് പിന്നെ കള്ളുകൂടിയും സീറ്റുവിലേക്ക് നിർത്തി സിനിമാ കോട്ടയിൽ പോകുന്നത് നിർത്തി ഇങ്ങനെ മാന്യന്മാരായി കുമ്പളങ്ങ മുഖവുമായി നമ്മളെല്ലാം നീതിമാന്മാരായി. അപ്പോൾ ഇതിൽ ആരെങ്കിലും കണ്ണു ചുഴുന്നെടുത്തെറിഞ്ഞ് കളഞ്ഞോ? ഇല്ല. ആരെങ്കിലും സ്വത്ത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തോ? ഇല്ല.
പക്ഷെ എങ്ങനെയൊക്കെയോ നമ്മൾ നീതിമാന്മാരായിട്ട് തോന്നുക. സമ്മതിച്ചോ? കർത്താവ് പറഞ്ഞ എന്തെങ്കിലും അനുസരിച്ചോ? ഇനി വേണ്ട. കർത്താവ് പറഞ്ഞ പോട്ടെ. ശിഷ്യന്മാർ പറഞ്ഞു. കുടുംബജീവിതത്തെക്കുറിച്ചായിരുന്നല്ലോ കഴിഞ്ഞ വർഷം നമ്മൾ സംസാരിച്ചത്, ഓർമ്മയുണ്ടോ? അന്ന് പറഞ്ഞ കാര്യം ഇത്. സ്ത്രീയോട് പറയാണ്, നീ സകലത്തിലും നിന്റെ ഭർത്താവിന് കർത്താവിന് എന്ന പോലെ കീഴ്പ്പെട്ടിരിക്കണം. ഇവിടെ ഭാര്യമാർ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്, ഭർത്താക്കന്മാർ വന്നിട്ടുണ്ട്. അതാണ് പ്രശ്നം. നിങ്ങൾ എത്ര പേര് കർത്താവിനെന്ന പോലെ ഭർത്താവിന് കീഴടങ്ങിയിരുന്നിട്ടുണ്ട്? ഭർത്താക്കന്മാർ ഇപ്പുറം ഉണ്ട് കേട്ടോ, ഓർത്തോണ്ട് വേണം പറയാൻ. കർത്താവിനെന്ന പോലെ സകലത്തിലും കീഴടങ്ങിയിരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പാസ്റ്റർ. പക്ഷെ പുള്ളിക്ക് വിവരമില്ല. പുള്ളി പറയുന്നതെല്ലാം മണ്ടത്തരം. അതുകൊണ്ട് അങ്ങനെ കീഴടങ്ങിയിരുന്നാൽ ഞങ്ങളുടെ കുടുംബം പോക്കാം. എനിക്ക് ബുദ്ധിയുള്ളത് കൊണ്ടാണ് ഇത് ഓടുന്നത്. ശരിയല്ലേ? ഇനി പുരുഷന്മാരോട് ചോദിച്ചാൽ, കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ ജീവൻ കൊടുത്ത്, നമ്മുടെ സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒന്നിനും ഗുണമില്ലാത്തൊരു സാധനമായിരുന്നു. അതിനെ സ്നേഹിച്ചിട്ടാണ് കർത്താവ് എന്ത് ചെയ്തത്? ജീവൻ കൊടുത്തത്. ഇപ്പോൾ ഭാര്യ കുറ്റങ്ങൾ നിറഞ്ഞ ആളാണെങ്കിലും ആ ആൾക്ക് വേണ്ടി മരിച്ച് ജീവൻ കൊടുത്ത് രക്തം കൊടുത്ത് അവളെ ശുദ്ധീകരിക്കാൻ തയ്യാറായി. അത്ര സ്നേഹമുള്ള ഭർത്താക്കന്മാർ. ഭാര്യമാരിപ്പോൾ ഇരുന്നാൽ നിങ്ങൾക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. ഇതൊന്നും ആരെ കൊണ്ട് പറ്റുന്നില്ല. കല്യാണം കഴിക്കുമ്പോൾ എല്ലാ പാസ്റ്റർമാരും ഇത് പ്രസംഗിക്കും. ആ പാവങ്ങൾ വിശ്വസിക്കും ഇതൊക്കെ ഇപ്പം നടക്കുമെന്ന്. ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഉള്ള കാര്യം പറഞ്ഞ് നമ്മളാരും ഒരിക്കലും നന്നാൻ പോകുന്നില്ല. നമ്മൾ എത്ര ബഹളം വെച്ചാലും നന്നാൻ പോകുന്നില്ല. കാരണം നമ്മുടെ ജഡത്തിന് അങ്ങനെ നന്നാകാനുള്ള കഴിവില്ല. സന്തോഷമായോ? സ്വർഗത്തിൽ പോവോ? നമ്മൾ സ്വർഗത്തിൽ പോകും. പല ആൾക്കാരും സ്റ്റേജ് ഒന്നുകൊണ്ട് പറയാറില്ലേ, നിങ്ങൾ വിശുദ്ധ ജീവിതം നയിച്ചില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും നരകത്തിൽ പോകും. തിരിച്ചു ചോദിക്കണം, നിങ്ങൾ സ്വർഗത്തിൽ പോവോ? പാസ്റ്ററോട്. ഞാൻ പോവും. കാരണം എന്താ? ഞാൻ വിശുദ്ധ ജീവിതം നയിക്കുന്നു. അപ്പോൾ ഇനി സ്വർഗത്തിൽ പോകാൻ നിങ്ങൾ ആരെ പോലെ ആയാൽ മതി? ഈ പുള്ളിയെ പോലെ ആയാൽ മതി. പുള്ളിയാണെങ്കിൽ സ്വത്തും കൊടുത്തിട്ടില്ല, കണ്ണും ചൂടുന്നെടുത്ത് എറിഞ്ഞാൽ മതിയില്ല. അപ്പം വളരെ എളുപ്പത്തിലുള്ളൊരു ഷോർട്ട് കട്ട് കിട്ടിയില്ലേ നിങ്ങൾക്ക്? ഇപ്പം ആരും മനസ്സിലാകാത്ത പ്രസംഗം എന്നുള്ളതിലേക്ക് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇത് എന്തായി പറഞ്ഞു വരുന്നത്, നമ്മൾ എന്ത് ചെയ്യും? എന്തനുസരിച്ചിട്ടും കാര്യമില്ല. അനുസരിക്കുന്നതോറും ജഡം അനുസരിക്കുന്നതുകൊണ്ട് ജഡം കൂടുതൽ കൂടുതൽ മസ്സിലുള്ള ജഡമായിട്ട് വരും. ആ മസ്സിലുള്ള ജഡം പറയും, ഞാൻ കർത്താവിന് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ടു. അപ്പം തന്നെ പ്രതിഫലം എല്ലാം തീർന്നു. ഇതാണ് പരിസ്ഥിതി. എല്ലാവർക്കും സന്തോഷമായല്ലോ? ഇനി ഞാനൊരു ലിസ്റ്റ് ഓഫ് പാപങ്ങൾ വായിക്കാം. എന്തെല്ലാം അഭ്യാസങ്ങൾ കാണിച്ചാലും, ഏതെല്ലാം കൂതാശ എടുത്താലും, എത്ര ഭയങ്കര വെള്ള ഡ്രസ്സ് ഇട്ടാലും ഈ ലിസ്റ്റിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ പാടായിരിക്കും. ഞാനൊരു ലിസ്റ്റ് വായിക്കാം. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യം ആദ്യം വായിക്കാം. 32-ാം വാക്യം. റോമാലേഖനം 1:32 വായിക്കാം. ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവരറിഞ്ഞിട്ടും. അപ്പോൾ എന്താണ് ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവരറിഞ്ഞിട്ടും അവ പ്രവർത്തിക്കുക മാത്രമല്ല. ഓക്കെ, ഇന്ന് ആലോചിച്ച് ഇനി ഈ വക എന്ന് പറയുന്ന വക എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾ അതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ കൈ പൊക്കൊന്നും വേണ്ട, മനസ്സിൽ കരുതിയാൽ മതി. ലിസ്റ്റിൽ പെട്ടാ പോയി, മരണയോഗ്യർ ആണ്, അത് ദൈവത്തിൻ്റെ ന്യായമാണ്. ഓക്കെ, നമുക്ക് 29-ാം വാക്യം വായിക്കാം. അനീതി നിങ്ങൾക്കുണ്ടോ? അടുത്തത് ദുഷ്ടത ഉണ്ടോ? ഞങ്ങൾ പാവങ്ങൾ. 3-ാമത്തെ അത്യാഗ്രഹം ഉണ്ടോ? അത്യാഗ്രഹം ഉള്ളവര്, ഇല്ലാത്തവര്. നമ്മുടെ വിശ്വാസം മുഴുവൻ അത്യാഗ്രഹമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ക്യാമറയ്ക്ക് വേണ്ടി, ലോജിടെക്കിൻ്റെ വെബ് ക്യാമല്ലേ, ഈ ക്യാമറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവേ, ഒരു വെബ് ക്യാമറ, ഒരു ക്യാമറ ഞങ്ങൾക്ക് തരണേ, ഞങ്ങൾക്ക് കണ്ടിന്യൂസ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം ഒരാൾ വന്നിട്ട് ചോദിക്കുക, എത്ര രൂപയുടെ ക്യാമറയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? 10,000 രൂപയുടെ. നിങ്ങൾ എന്ത് വിശ്വാസികൾ? 2 ലക്ഷം രൂപയുടെ ക്യാമറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം ദൈവത്തിന് അതിനുള്ള ശക്തിയുണ്ട്. അപ്പോൾ കൂടുതൽ വിശ്വാസം എന്തിനാണ് വേണ്ടത്?
2 ലക്ഷം വിലയുള്ള ക്യാമറയ്ക്ക്. ഏതാ അത്യാഗ്രഹം? ഇപ്പൊ കൂടുതൽ വിശ്വാസം കാണിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? അത്യാഗ്രഹം വേണം. അത്യാഗ്രഹമില്ലാതെ നമുക്ക് വിശ്വാസിച്ച് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഈ കസേരയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. പിന്നെ എന്ത് കസേരയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം? സ്വസ്ഥമായിട്ടിരുന്ന് പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് ഉറങ്ങാൻ പറ്റുന്ന ടൈപ്പ് കസേരയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഏതാ അത്യാഗ്രഹം? ഏതാ കൂടിയ വിശ്വാസം? ഇന്ന് അത്യാഗ്രഹികളെയാണ് നമ്മൾ വിശ്വാസികളെന്ന് വിളിക്കുന്നത്. അവരിത് പറയുന്നുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിച്ച് നേടിയതാ ബ്രദറെ എന്ന്. അത്ര അത്യാഗ്രഹികളായിരുന്നു അവരെല്ലാം. അടുത്തത് ലിസ്റ്റിലുണ്ടോ നിങ്ങൾ? ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ. പണ്ട് ഞാൻ ഈ വെബ്സൈറ്റുകളൊക്കെ ആൾക്കാർ ഉണ്ടാക്കുന്ന ഒരു കാലത്ത് ഞാൻ ചെന്നൈയിൽ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ, എന്നാൽ ചെന്നൈയിൽ എൻ്റെ ബ്രദർ, അപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ ഞാനൊരു മിഷണറി ഉണ്ട്, ഡൽഹിയിലൊരു മിഷണറി ഉണ്ട്. 2007 എൻ്റെ ഓർമ്മ. അപ്പോൾ ഒരാളെന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, ഈ വെബ്സൈറ്റ് ഒന്ന് നോക്ക് എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചത്. ഞാൻ വെബ്സൈറ്റ് ടൈപ്പ് ചെയ്ത് നോക്കി. എനിക്കറിയാവുന്ന ആളാണ് വെബ്സൈറ്റ് ഉണ്ടാക്കിയേക്കുന്നത്, അയാളുടെ പേരിലുള്ള വെബ്സൈറ്റാണ്. ലാസ്റ്റ് പേജ് നോക്കിയപ്പോൾ അതിനകത്ത് പ്രാർത്ഥനാ വിഷയങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒട്ടും അത്യാഗ്രഹമില്ലാത്ത പ്രാർത്ഥനാ വിഷയങ്ങൾ. പോയിന്റ് നമ്പർ 1, 3 കോടി രൂപ വിലയുള്ള ഒരു വീട് 3 നില പുള്ളിക്ക് വേണം. പ്രയർ നമ്പർ 1. പ്രയർ നമ്പർ 2, 1 കോടി രൂപയിൽ കൂടുതൽ മൂല്യമുള്ള ഒരു വണ്ടി, അത് പുള്ളി എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഏതൊക്കെയോ ഗിറ്റാർ, കീബോർഡ്, ഇങ്ങനെ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം കൂടെ 1 കോടി, എല്ലാം കൂടെ കണക്കൂട്ടി നോക്കി 6 കോടി രൂപയുടെ പ്രാർത്ഥനാ വിഷയങ്ങളാണ്. അതിൻ്റെ താഴെ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ, അതിൻ്റെ താഴെ എൻ്റെ അക്കൗണ്ട് നമ്പർ. ഒട്ടും അത്യാഗ്രഹമില്ലാത്തൊരു പാവം മനുഷ്യൻ. അന്ന് TS ബാലൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, പുള്ളി മരിച്ചുപോയി. പുള്ളിയുടെ പത്രത്തിൽ എഴുതി, ചിന്ന ചിന്ന ആശയെന്നും പറഞ്ഞുകൊണ്ട്. അത്യാഗ്രഹം. ഇന്ന് അത്യാഗ്രഹത്തെ വൻതോതിൽ മാർക്കറ്റ് ചെയ്യാം ഈ പ്രവാചകന്മാരും പ്രസംഗരെല്ലാം കൂടെ. ഏതെങ്കിലും ഒരു കൊച്ച് എവിടെയെങ്കിലും മിഷണറി ആയിട്ട് പോകണമെന്ന് പറഞ്ഞ് കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ഇവരും തലയെ കുലുക്കിയിട്ട്, നിന്നെ മഞ്ഞ് പെയ്യുന്ന ദേശം, മഞ്ഞ് പെയ്യുന്ന ഇറാഖിലൊക്കെ പെയ്യുന്നുണ്ട്, പക്ഷെ ഇവരുടെ മഞ്ഞ്, കാനഡയിലെ മഞ്ഞ് ഇവർക്ക് ഇവിടെ തലേ വീഴുള്ളൂ. പിന്നെ ഈ കുട്ടി വിചാരിക്കുന്നത് തന്നെ കാനഡയിൽ നിന്ന് ആരെങ്കിലും വന്ന് കല്യാണം കഴിക്കുമായിരിക്കും. പിന്നെ അതിനുവേണ്ടി പ്രാർത്ഥന, ഒരാഗ്രഹം പോണേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പം ഇവന്മാർ കൊണ്ടുവന്ന് അത്യാഗ്രഹം കൊണ്ടുവന്ന് ഈസിലി സപ്ലൈ ചെയ്യാം. മനുഷ്യരുടെ കാര്യം ദൈവം മുകളിൽ ഇരുന്നുകൊണ്ട്, സാത്താനെ നീ എൻ്റെ മക്കൾക്കെല്ലാം ഇടർച്ചയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരിക്കും. എല്ലാവരും ഇത്തിരി സ്റ്റണ്ണായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നോടെ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം മാറണം, അത് രക്ഷയില്ല. കർത്താവ് വേണോ ലോകം വേണോ തീരുമാനിക്കാനുള്ള ഒരു മോമെൻ്റ് ആകും. നിങ്ങളുടെ മക്കളെ എവിടെയെങ്കിലും വിടണേ കർത്താവ് വിട്ടോളും. വിട്ടില്ല എന്നാ എന്തോ വീട്ടിൽ. എൻ്റെ മകൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു, ഡിഗ്രി 3ാം വർഷമാണ്. ഞാൻ ഈ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാതെ ഇപ്പം 5ാമത്തെ സെമസ്റ്റർ, ഒരു സെമസ്റ്ററേ ഉള്ളൂ. ഞാനിപ്പോൾ ഇറങ്ങി സുവിശേഷ വേലയ്ക്ക് പോയാൽ പപ്പയ്ക്ക് വിഷമം തോന്നും, ഇത്രയും പൈസ മുടങ്ങിയല്ലോ. ഞാൻ പറഞ്ഞു, നീ ഇത്രയും നേരത്തെ ഇറങ്ങി അത്രയും ലാഭമെന്നേ ഞാൻ ചിന്തിക്കുള്ളൂ. എന്താ നഷ്ടം? എതിലേ പോയാലെന്താ, എന്ത് ചെയ്താലെന്താ? ദൈവം കൂടെ ഉണ്ടായപ്പോരെ, അവൻ്റെ പ്രസാദം നമുക്ക് കിട്ടിയാൽ പോരെ. അതിനേക്കാൾ വലിയ സമ്പത്ത് എന്താ ഉള്ളത്? അപ്പോൾ മനുഷ്യരുടെ കാര്യത്തെക്കാളും ദൈവത്തിൻ്റെ കാര്യം നമ്മുടെ പ്രാർത്ഥനയിലേക്ക് വിഷയമായി വരുമ്പോൾ നമ്മുടെ സ്വഭാവം എല്ലാം മാറും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ കാര്യം, അവരുടെ വിടുതൽ, ഇവരുടെ വിടുതൽ. പണ്ടൊരു പ്രസംഗം പറഞ്ഞാണ്, നഴ്സറി ക്ലാസ്സിലെ പിള്ളേരുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്, എന്നെ സഹായിക്കണേ, എൻ്റെ അമ്മയെ സഹായിക്കണേ, എൻ്റെ അപ്പനെ സഹായിക്കണേ, എൻ്റെ ടീച്ചറിനെ സഹായിക്കണേ, എൻ്റെ 1-2 കൂട്ടുകാരുടെ പേരും പറയും, അവരെ സഹായിക്കണേ. അവരുടെ പ്രാർത്ഥന തീർന്നു. കുറച്ചുകൂടെ വലുതായി, ആ നമ്പർ കൂടി. സഭയിലുള്ളവരുടെ വേണ്ടി പ്രാർത്ഥിക്കുന്നു, പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുറച്ചുകൂടെ പ്രായമായി അമ്മച്ചിയായി കഴിയുമ്പോഴേക്കും പ്രാർത്ഥന തീരെയല്ല, ഒരു വിഷയങ്ങളിങ്ങനെ കിടക്കുകയാണ്. എല്ലാ വിഷയവും ഒന്ന് തന്നെയാണ്, വിടുതൽ. അത് ആർക്കൊക്കെ എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. ശരിക്കും പ്രാർത്ഥനയല്ല വളരുന്നത്, ഈ ആളുകളുടെ പേരാ വളരുന്നത്. ശരിയാണ്. ഇപ്പം നമുക്ക് പ്രാർത്ഥിക്കുക ഒരു 150 പേര് കാണും. ഇപ്പം ഓൾ നൈറ്റ് പ്രയർ ആണെങ്കിൽ ഒരു വിളിച്ച് ചോദിക്കും, ഞങ്ങൾ ഓൾ നൈറ്റ് പ്രയർ ഇരിക്കുക, വിഷയങ്ങൾ തീർന്നു വരും 1 മണിക്കൂർ ആകുമ്പോഴേക്കും. അത് തീരാതിരിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ വിഷയങ്ങൾ കൈപ്പറ്റുന്നതാണ്. എനിക്ക് തലവേദനയാണ്, മാറാൻ പ്രാർത്ഥിക്കണം. തലവേദന യേശുവിൻ്റെ നാമത്തിൽ പോട്ടെ, പോയി. പിറ്റേ ദിവസം വയറുവേദന. അപ്പോൾ വേറൊരു ഓൾ നൈറ്റ് പ്രയറിൽ ഇവർ കൊടുക്കും. അവർ പ്രാർത്ഥിക്കുമ്പോൾ വയറുവേദന പോകും, അന്നേരം കാലുവേദന. ഈ ലോകത്ത് ഇങ്ങനെയൊക്കെ ജീവിച്ചേ പറ്റൂ. വേദന മാറിയൊരു കാലം ഉണ്ടാവില്ല. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് പല വേദനകളുണ്ട്, ആരും മൈൻഡ് ചെയ്യുന്നു. സന്തോഷമായില്ലേ? കർത്താവിൻ്റെ അടുത്ത് പോവോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇന്ന് അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, പോകുമെന്ന് പറയുന്നവരെ. അത് ഇന്ന് പറയുമോ നാളെ പറയുമോ എന്നറിയത്തില്ല.
ഇന്ന് പറയണമെന്ന് എൻ്റെ ആഗ്രഹം. കാരണം നാളെ എന്നൊരു ദിവസം ഇല്ലെങ്കിൽ എന്നെ ചെയ്യും. ഞാൻ എപ്പോൾ പ്രസംഗിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വരുന്ന ഇതോടെ തീരുവാണെങ്കിലോ. അപ്പം നമ്മൾ കരുതണ്ടേ. കർത്താവ് ഇപ്പോൾ വന്ന ഈ കാനഡ പ്രാർത്ഥനയും UK പ്രാർത്ഥനയും എല്ലാം പൊട്ടും. UK പോലും ഉണ്ടാവില്ല, അവിടെ ടൈം പോലും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്ത ലിസ്റ്റ് വായിച്ചോ. ലിസ്റ്റ്: അത്യാഗ്രഹം, ദുർബുദ്ധി നിറഞ്ഞവർ, അസൂയ. പതുക്കെ വായിക്കുക, നമുക്കുള്ള കാര്യങ്ങൾ ഇതൊക്കെ. അസൂയ ഉണ്ടോ? നിങ്ങളുടെ മകൻ കഷ്ടിച്ച് പാസ്, അയൽവക്കക്കാരൻ്റെ മകൻ 50-ൽ 45. നിങ്ങൾക്കൊരു വിഷമം തോന്നുന്നുണ്ടോ ഉള്ളിൽ? അസൂയ ഉണ്ടോ? അസൂയയില്ല, പക്ഷേ നീ എന്താണ് അവനെ പോലെ ആകാത്തത്? അതിനാണ് ഈ അസൂയ എന്ന് പറയുന്നത്. അടുത്തത് കൊല. അടുത്തത് പിണക്കമുണ്ടോ? ആരോടെങ്കിലും പിണങ്ങിയിരിക്കുന്നുണ്ടോ? വീട്ടിലെ മിണ്ടാത്ത ആരെങ്കിലും, കുടുംബത്തിലോ നാട്ടിലോ സഭയിലോ, അമ്മായിമ്മ അമ്മായിപ്പനോ മരുമോളോ ആരെങ്കിലും മിണ്ടാത്തതുണ്ടോ? മരണയോഗ്യർ. കുറിച്ച് വെച്ചോ. പോക്ക എല്ലാം അവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം എന്ന് പറയും. അവരെയൊക്കെ കൊല്ലാൻ വിടുന്ന ദൈവത്തിന് ന്യായമാണ്. അപ്പോൾ എല്ലാ ലിസ്റ്റിലും പെട്ടോ നമ്മൾ? എല്ലാത്തിലും പെട്ടല്ലേ? ഒന്നും അനുസരിക്കുന്നുമില്ല. ഒന്നിനും പെടാത്ത ആരെങ്കിലും ഉണ്ടോ? സ്വർഗത്തിൽ പോവോ? അടുത്ത വാക്യം. കിടക്കുകയാണ് ഇനിയും. കപടം. ബ്രദറെ, ഞാൻ ഓർക്കാത്ത ദിവസമില്ല. കപടം ചുമ്മാ പറയാം. അടുത്തത് ദുശീലം. കുരളക്കാർ, ഉള്ളിൽ കയ്പ് വെച്ചുകൊണ്ടിരിക്കുന്നവർ. അടുത്തത് ഏഷണിക്കാരാരെന്നറിയോ? സൽമൻ ബ്രദറിൻ്റെ ഒരു കാര്യം അറിയാമോ? ഞാൻ പറയുന്ന ആരോടും പറയരുത്, പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നതാണ്. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്. ഇത് തന്നെയാണ് ഏഷണി എന്ന് പറയുന്നത്. വിശുദ്ധ ഏഷണികൾ എല്ലാം പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഇവർ പ്രാർത്ഥിച്ച് പ്രാർത്ഥന മാത്രം നടക്കുകയില്ല, പക്ഷെ ഏഷണി ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അടുത്തത് ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ഗമ കാണിക്കുന്നവർ, തള്ളുന്നവർ, സ്വയം പൊങ്ങുന്നവർ, തള്ളുന്നവരെന്ന് പറഞ്ഞാൽ ഇന്ന് അങ്ങനെയല്ലേ പറയുന്നത്? തള്ളി മറിക്കാതെന്ന് പറയില്ലേ? തള്ളുന്നവർ. അവരെല്ലാം മരണയോഗ്യരാ. ഈ തള്ളുന്നവരൊക്കെ മരണയോഗ്യരാ. അടുത്തത് പുതുദോഷം സങ്കല്പിക്കുന്നവർ. അത് പിന്നെ എല്ലാം കണക്കാണ്. അടുത്തത് ബുദ്ധിഹീനർ, നിയമലംഘികൾ. നിയമലംഘികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേരിരിക്കേണ്ട ബൈക്കിൽ 3 പേര് പോവുകയും ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുകയും ലൈസൻസ് ഇല്ലാതെ ഇൻഷുറൻസ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവർ നിയമലംഘികൾ. ഉണ്ടോ ഇതിനകത്ത് ആരെങ്കിലും? 1 വേ ആരും ഇല്ലല്ലോ, ചുറ്റും നോക്കിയിട്ട് 1 വേ ചാടി കിടക്കുന്നവർ നിയമലംഘികൾ. ഗവൺമെന്റ് അടയ്ക്കേണ്ട ടാക്സ് അടയ്ക്കാത്തവർ നിയമലംഘികൾ. ഉണ്ടോ? മരണയോഗ്യർ. ബൈക്കിൽ ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നവരെല്ലാം മരണയോഗ്യർ. കേരളത്തിൽ, വെളിയിൽ കുഴപ്പമില്ല, അവിടെ നിയമമില്ല. നിയമം ഉള്ളിടത്ത് ലംഘിക്കരുത്. അടുത്തത് വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ. ഈ വക പ്രവർത്തിക്കുന്നവരെല്ലാം ലിസ്റ്റിനകത്ത് പെട്ടിട്ടുണ്ടോ എല്ലാവരും? എല്ലാം പോക്കാം അല്ലേ? ഇനി റോമാലേഖനം 3:9 വായിച്ചു നോക്കി. ആകയാൽ എന്ത്? നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നുവെന്ന് നാം മുൻപേ തെളിയിച്ചല്ലോ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, എത്ര കൂദാശ ചെയ്താലും എത്ര വെള്ളവസ്ത്രം ഇട്ടാലും, ഈ വെള്ളവസ്ത്രം എനിക്ക് ഒട്ടും മനസ്സിലാകാത്തൊരു കാര്യം, അതെന്തിനാന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ആ വിശുദ്ധിക്ക് വേണ്ടിയാണ് ജയിക്കുന്നവൻ വെള്ള ധരിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കറുത്ത പാൻറ്റിട്ടുണ്ട് ഈ വെള്ളവസ്ത്രം ധരിക്കുന്നതിൻ്റെ അർത്ഥം എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. നീ പിന്നെ മുഴുവൻ വെള്ള ജയിക്കണം. പണ്ടൊരാളെന്ന് പറഞ്ഞാൽ ജയിക്കുന്നവൻ വെള്ള ധരിക്കുന്നു ബൈബിളിലുണ്ട്. ഞാൻ പറഞ്ഞു ജയിക്കുന്നവൻ കിരീടം വെക്കുന്നു ബൈബിളിലുണ്ട്, അതെന്താ വെക്കാത്തത്? അന്നേരം പുള്ളി പറഞ്ഞു നിങ്ങളിങ്ങനെ തർക്കിക്കുന്ന. ഞാൻ പറഞ്ഞു ജയിക്കുന്നതിന് വേറെ പ്രശ്നമുണ്ട്. നിങ്ങൾ കറുത്ത പാൻറ്റിട്ടിരിക്കുന്നതിൻ്റെ അർത്ഥം
പകുതി, എക്സാക്ട്ലി പകുതി നിങ്ങൾ ജയിച്ചു, ബാക്കി ജയിക്കാൻ കിടക്കുവന്നല്ലേ? എന്നാ പിന്നെ കറുത്ത ഷർട്ടും വെള്ള മുണ്ടും ആക്കിയാലോ? ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന നീതികൾ, അതായത് ദൈവത്തിൻ്റെ കണ്ണിൽ മണ്ണിടാൻ ശ്രമിക്കുന്ന മനുഷ്യൻ്റെ മണ്ടത്തരങ്ങൾ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. വെള്ള വസ്ത്രത്തിന് ഞാൻ എതിരല്ല കേട്ടോ, ഒരു കളറിനും എതിരല്ല, ഒരു കളറിനോടും എനിക്ക് വൈരാഗ്യമില്ല. പക്ഷെ എന്ത് ചെയ്തിട്ടും, വെള്ള മാസ്കും വെച്ച് വെള്ള തൊപ്പിയും വെച്ചിട്ടും പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഈ അസൂയ പോകുന്നില്ല, പിണക്കം പോകുന്നില്ല, അത്യാഗ്രഹം കൂടി കൂടി വരുന്നു. കാരണം എന്താ? ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കാണ് അത്യാഗ്രഹം കൂടുതൽ. കാരണം അവരുടെ ദൈവം എല്ലാം കഴിയുന്ന ദൈവമായതുകൊണ്ട് പിന്നെ ചോദിച്ചൂടെ? ബാക്കിയുള്ളവർക്ക് എല്ലാം കഴിയുന്ന ദൈവം ഇല്ലല്ലോ, അപ്പോൾ അവരെങ്ങനെ ചോദിക്കും? അപ്പോൾ അത്യാഗ്രഹം കൂടുതൽ ആർക്കാ? ഇനി ഈ പാപങ്ങളുടെ ലിസ്റ്റ് എല്ലാം ഒരു നോൺ ക്രിസ്ത്യൻ, ഒരു ഹിന്ദുവിനെ വിളിച്ചിട്ട് ചോദിച്ചു നോക്കിയേ, അസൂയ, കുശുമ്പ്, ഇതെല്ലാം പറയും. ഇതൊക്കെ പാപമാണ്, എല്ലാവർക്കും അറിയാം. സകലരുടെയും ബുദ്ധിയിൽ ദൈവം മനസാക്ഷിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അതിനിടയിൽ മനുഷ്യൻ അവൻ്റെ നീതി വെച്ച് എത്ര യുദ്ധം ചെയ്താലും അവന് ഈ നല്ലവനാകാൻ പറ്റില്ല. അസൂയ എടുത്ത് കളയാൻ പറ്റില്ല, പിണക്കം എടുത്ത് കളയാൻ പറ്റില്ല. അവൻ അങ്ങനെ തന്നെ പാപിയായിരിക്കുന്നു. 10-ാം വാക്യം, നീതിമാൻ ആരുമില്ല. നിയമങ്ങൾ ഇഷ്ടം പോലെയുണ്ട്, മതങ്ങൾ ഇഷ്ടം പോലെയുണ്ട്, പ്രമാണങ്ങൾ, മനുഷ്യനിർമ്മിതമായ പ്രമാണങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ നീതിമാൻ ഒരുത്തൻ പോലും ഇല്ല. ദൈവത്തെ അന്വേഷിക്കുന്നവനും ഇല്ല. എല്ലാവരും ഒരുപോലെ ആയി. എങ്ങനെയായിന്നറിയാമോ? ഇത്രയും വലിയ നിയമങ്ങൾ കൊടുത്തപ്പം എല്ലാവരും തോറ്റു. ഇപ്പം നമ്മുടെ ഒരു ക്ലാസ്സിൽ ഇത്രയും പേര് ഇരിക്കുകയാണ്. അതിൽ 10 പേര് ടോപ്പ് മാർക്കോടെ ജയിക്കും. 100-ൽ 98, 99 അങ്ങനെ ജയിക്കും. വേറെ ചില ആൾക്കാർ 60-70 മേടിച്ച് ജയിക്കും. വേറെ ചിലർ 30-40 മേടിച്ച് ജയിക്കും. വേറെ ചിലർ ഒന്നും മേടിക്കില്ല. ഓക്കെ, അപ്പോൾ ചിലർ ജയിക്കും, ചിലർ തോക്കും. എല്ലാവരും തോപ്പിക്കാൻ എന്താ വഴി? ദൈവം വിചാരിക്കുകയാണ് എല്ലാവരും തോപ്പിക്കാൻ പോവാം. എന്ത് ചെയ്യണം? കട്ട് ഓഫ് മാർക്ക് 100 ആക്കണം. ആദ്യം ഒരെണ്ണത്തിൽ തെറ്റിയ എല്ലാത്തിലും തെറ്റി. പിന്നെ ചോദ്യങ്ങളെല്ലാം നമ്മുടെ ലെവലിന് മുകളിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ എത്ര വലിയ നീതിമാനും പൊട്ടും. ശരിയാണോ? ശരിയല്ലേ? അപ്പോൾ കർത്താവ് എന്താ ചെയ്തത്? ഈ ദൈവരാജ്യത്തിൻ്റെ പ്രമാണങ്ങളെല്ലാം സൂചിക്കുഴ പോലെ ആക്കി വെച്ചു. സൂചിക്കുഴയിലൂടെ കിടക്കുന്ന പോലെ ആക്കി വെച്ചു. അപ്പോൾ എല്ലാവരും മനുഷ്യരാൽ അസാധ്യം എന്ന് വന്നു. തന്നെയല്ല, ഒരു കൽപ്പന ലംഘിക്കുന്നവൻ എല്ലാം ലംഘിച്ചതുപോലെയായി. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ നീതിമാന്മാർ ഇല്ലാതെയായി. മനുഷ്യരുടെ പ്രമാണം വെച്ച് നോക്കിയാൽ അനേകം നീതിമാന്മാരുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ പ്രമാണം വെച്ച് നോക്കുമ്പോൾ ഒരൊറ്റ നീതിമാൻ പോലും ഇല്ല. സമ്മതിച്ചോ? ഇതാണ് ഒരു ക്രിസ്ത്യാനി ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. അവൻ നീതിമാനല്ലെന്ന് മാത്രമല്ല, അവൻ എത്ര ശ്രമിച്ചാലും നീതിമാനാകാൻ പറ്റുകയുമില്ല. അവൻ ആ സൂചിക്കുഴലോട് ഒരിക്കലും കടക്കാൻ സാധിക്കില്ല. അപ്പം ദൈവം എന്തെങ്കിലും ചെയ്താൽ മാത്രമേ പറ്റൂ. ഇനി ദൈവം എന്താ ചെയ്യുന്നതെന്ന് കൂടെ നമുക്ക് നോക്കിയിട്ട് അടുത്ത വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ കർത്താവ് നിക്കോദമോസിനോട് സംസാരിക്കുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല. വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല. അപ്പം നമുക്കൊരു ചോദ്യം ഒട്ടകത്തോട് ചോദിക്കാം. ഒട്ടകമേ, നീ സൂചിക്കുഴയിലൂടെ കിടക്കണമെങ്കിൽ എങ്ങനെ വീണ്ടും ജനിക്കണം? ദൈവരാജ്യത്തിൽ കിടക്കുന്ന കാര്യമല്ലേ രണ്ടും പറയുന്നത്. അപ്പോൾ ഒട്ടകം ദൈവരാജ്യത്തിലൂടെ കിടക്കണമെങ്കിൽ, ദൈവരാജ്യത്തിലേക്ക് കിടക്കണം, സൂചിക്കുഴയിലൂടെ കിടക്കണമെങ്കിൽ ഏത് രീതിയിൽ വീണ്ടും ജനിക്കണം? ഒരു പുതിയ ഒട്ടകമായിട്ട് ജനിച്ചാൽ മതിയോ? സൂചിക്കുഴയിലൂടെ കിടക്കുമോ? ഒരു പൂച്ചയായിട്ട് ജനിച്ചാൽ മതിയോ? പുഴുവായിട്ട് ജനിച്ചാൽ മതിയോ? കിടക്കുമോ? ഇല്ല. അപ്പോൾ ഒട്ടകം എങ്ങനെ വീണ്ടും ജനിച്ചാലാണ് ഈ സൂചിക്കുഴയുടെ കിടക്കുന്ന രീതിയിലാകുന്നത്? നൂലായാലും ആരെങ്കിലും കടത്തണം. കടന്നു പോവില്ല. കടന്നു പോവോ? കടന്നു പോണം. അപ്പം നമുക്ക് ഒന്നുകൂടെ താഴോട്ട് വായിക്കാം.
7-ാം വാക്യം. ഒട്ടകം നൂലായിട്ട് ജനിക്കണം, അത് കൊള്ളാം. 7-ാം വാക്യം വായിച്ചേ. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയിൽ ആശ്ചര്യപ്പെടരുത്. കാറ്റിഷ്ടമുള്ളവരുടെ തൂതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നുവെങ്കിലും അതെവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം ഏതുപോലെ ആകുന്നു? കാറ്റ് പോലെ. അപ്പോൾ ഒട്ടകം എങ്ങനെ ജനിച്ചാലേ സൂചിക്കുഴ കൂടെ പോവുള്ളൂ? അത് ഭയങ്കരമായി പോയി. ജഡത്താൽ ജനിച്ചതെല്ലാം ആത്മാവിനാൽ ജനിച്ചാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ സൂചിക്കുഴയിൽ കൂടെ കാറ്റുപോലെ കയറിപ്പോ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്വഭാവം മാറണേ, കല്ല് പോലുള്ള സ്വഭാവം മാറി നമുക്കൊരാത്മ സ്വഭാവം ലഭിക്കണം. ഇതിനെയാണ് നമ്മൾ വീണ്ടും ജനനം എന്ന് പറയുന്നത്. വി ആർ ബോൺ അഗെയിൻ വിത്ത് എ സ്പിരിച്വൽ നേച്ചർ. സമ്മതിച്ചോ? അതെങ്ങനെ സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ വചനത്തിൻ്റെ കേൾവിയാൽ നമ്മുടെ ഹൃദയം ദൈവം തുറക്കുന്നതിനെയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. ആ ഹൃദയം തുറക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന 2 കാര്യമുണ്ട്. ഒന്ന് മാനസാന്തരം, മറ്റൊന്ന് വിശ്വാസം. ഇതിലേതാദ്യം വരുന്നതെന്ന് ചോദിക്കരുത്. കാരണം അത് മുട്ടയാണോ കോഴിയാണോ ആദ്യം വന്നതെന്ന് ചോദിക്കുന്ന പോലെയാണ്. ഇത് രണ്ടും ഒന്നിച്ചാണ് വരുന്നത്. ഏതാ? വിശ്വാസവും മാനസാന്തരവും. നമ്മൾ എത്ര നാൾ വിശ്വാസികളാണോ അത്രയും നാൾ നമ്മുടെ ഉള്ളിൽ മാനസാന്തരം ഉണ്ടാവും. ഇത് രണ്ടും ഒരേ സാധനമാണ്, ഒരേപോലെ വർക്ക് ചെയ്യുന്ന കാര്യമാണ് മാനസാന്തരവും വിശ്വാസവും. ഇപ്പൊ വീണ്ടും ജനനമാണ് ആദ്യം സംഭവിക്കുന്നത്. നമ്മുടെ കണ്ണ് തുറന്നു. അപ്പൊ ഞാൻ കണ്ടു ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കാഴ്ച ഹൃദയത്തിൽ കണ്ടു. ആ കാണിച്ചു തന്നത് ഫെയ്ത്താണ്. ഇപ്പൊ ഫെയ്ത്ത് എന്ന് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ വീണ്ടും ജനനത്തിൻ്റെ ഒരു ഫലമാണ്. വചനത്തിൻ്റെ കേൾവിയാൽ നമ്മുടെ ഉള്ളിൽ എന്ത് വരുന്നു? വിശ്വാസം ഉണ്ടാകുന്നു. അതൊരു പുതിയ കാഴ്ച നമ്മൾ കാണുന്നു. അത് വിശ്വാസത്താലാണ് കാണുന്നത്. മനസ്സിലായോ? അപ്പൊ കാറ്റുപോലെ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഈ ഗ്ലാസ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ശ്രദ്ധിച്ച് നോക്കി. ഈ ഗ്ലാസ് ഞാൻ ഇവിടെ വെക്കാൻ പോവാം. കൈ എടുക്കട്ടെ, എടുക്കട്ടെ. താഴെ വീഴുവോ? ഇല്ല. ആ പിള്ളേർ അങ്ങനെ പറഞ്ഞ എന്തിനാണെന്നറിയോ? ഞാൻ കൈ എടുക്കണം, അത് താഴെ വീഴണം. ഓക്കെ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം താഴെ വീഴുന്നല്ലേ. ഞാൻ കൈ എടുക്കുന്നതിന് മുമ്പ് താഴെ വീഴാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം എന്താ? ഈ ഗ്ലാസിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എങ്ങനെയെങ്കിലും താഴെ വീണ് പൊട്ടിച്ചെതറി പോകണമെന്നാണ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഈ ഗ്ലാസിനോട് ചോദിച്ചാൽ അത് പറയും, മടുത്തു ഇങ്ങനെ ഇരിക്കുന്നത്. കാരണം ഇങ്ങനെ ഉയർത്തിരിക്കുമ്പോൾ ഇത് ഭയങ്കര എനർജി. ഇതിന് ഇത് താഴോട്ട് വന്ന് ഇത് പൊട്ടി തകർന്ന് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് സ്വസ്ഥമായിട്ടിരിക്കാം. ഈ ഫോൺ ഇവിടെ ഇരിക്കും തോറും നമുക്കും ടെൻഷനാണ്, അതിനും ടെൻഷനാണ്. പക്ഷെ നിലത്ത് വന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ അത് സ്വസ്ഥമായിട്ടിരിക്കാം. എല്ലാത്തിൻ്റെ ആഗ്രഹം എന്താണെന്നറിയോ? ഒന്ന് സെറ്റിലാവണം എന്നുള്ളതാണ്. എവിടെയെങ്കിലും ഒന്ന് സെറ്റിലാവണം. നമ്മൾ പ്രാർത്ഥിക്കുന്നതും ഉപവസിക്കുന്നതും എല്ലാം എന്തിനു വേണ്ടിയാ മക്കളെ, സഹോദരങ്ങളെ? എവിടെയെങ്കിലും ഒന്ന് സെറ്റിലാവണം. മക്കളൊന്ന് സെറ്റിലായാൽ മതി എൻ്റെ പാസ്റ്ററെ, ഒന്ന് പ്രാർത്ഥിക്കണേ. എന്തിനു വേണ്ടിയാ? നമ്മുടെ സെറ്റിൽമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അവസാനം നമ്മൾ വീടൊക്കെ വെച്ച് സ്വസ്ഥമായിട്ട് നമ്മൾ വീടിൻ്റെ മുമ്പിലിരുന്ന്, മക്കളെവിടെയാ അപ്പച്ച? ഒരുത്തൻ ഓസ്ട്രേലിയയിൽ, വേറൊരുത്തൻ കാനഡയിൽ, മറ്റവൻ അമേരിക്കയിൽ. അമ്മാമ്മ മരിച്ചുപോയി, ഞാൻ മാത്രമേ ഉള്ളൂ. മനോരമ വായിക്കുവാണ്, ഫ്രണ്ട് വീടിൻ്റെ മുമ്പിൽ കിടന്ന്. നിര്യാതരായിക്കോളം അവർ വായിക്കുള്ളൂ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇടുക്കി ജില്ലയിലാണ് ആദ്യം 15 വയസ്സ് വരെ ഞാൻ ജീവിച്ചിരുന്നത്. പിന്നെ ഞാൻ പഠിക്കാൻ വേണ്ടി എൻ്റെ ഫാദറിൻ്റെ നാടായ മല്ലപ്പള്ളിയിലോട്ട് പോയി. അവിടെ മല്ലപ്പള്ളി താമസിച്ച് 2 വർഷം പഠിച്ചത്. ബാക്കി വർഷമൊക്കെ ഹോസ്റ്റലിലായിരുന്നു. അപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ മനോരമ പത്രം എല്ലാവരും വാങ്ങിക്കാനുള്ള കാരണം ഈ നിര്യാതരായിക്കോളം എന്നുള്ളത്. കാരണം അവരുടെ കുടുംബത്തിലോ കൂട്ടിലോ ആരെങ്കിലും മരിച്ചു പോയാൽ അവർ അറിയുന്ന ഇതിലൂടെയാണ്. ബാക്കി ഇപ്പം നരേന്ദ്രമോദി ഭരിക്കുന്ന, രാഹുൽ ഗാന്ധി, അതൊന്നും അവർക്ക് പ്രശ്നമല്ല. ഇതിനെയാണ് നമ്മൾ റിട്ടയർമെൻറ്റ്, സെറ്റിൽമെൻറ്റ് എന്നൊക്കെ പറയുന്നത്. സന്തോഷമുണ്ടോ? എല്ലാവർക്കും വേണോ ഇത്? ആഗ്രഹമുണ്ടോ? അപ്പോൾ കർത്താവ് നമ്മളെ
കാറ്റ് പോലെ ആക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്കി. ഈ കാറ്റിന് റെസ്റ്റും ഇല്ല, സെറ്റിൽമെൻറ്റും ഇല്ല. സെറ്റിലായ തീർന്ന ആള്. സൂചിക്കുഴക്കൂടെ കിടക്കണമെങ്കിൽ നമ്മൾ ആരെ പോലെ ആകണം? അപ്പോൾ ഈ പ്രാർത്ഥന മാറണം. കർത്താവെ ഞാൻ എവിടെയെങ്കിലും സെറ്റിൽ ആവണമെന്ന് പറയുന്നതിന് പകരം, കർത്താവെ നീ എവിടെ അയച്ചാലും ഞാൻ റെഡി. നിനക്ക് എൻ്റെ ജീവിതത്തിൽ എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട്. 4 ദിവസം കൊണ്ട് ജീവിച്ചാൽ മതി ഇവിടെ, ഓക്കെ ഫൈൻ. 5-ാം ദിവസം ഐ വിൽ കം. ഞാൻ കാറ്റ് പോലെയാണ്. ഓ കേരളത്തിലെ ശുശ്രൂഷ ഇത് മതിയോ? ഓക്കെ കർത്താവെ സ്തോത്രം. എങ്ങോട്ടാ പോകേണ്ടത്? നീ ആഫ്രിക്കയ്ക്ക് പോകും. ഓക്കെ ഫൈൻ, പോവാ. ഇതാണ് കാറ്റ്. പേടിയായില്ലേ? എല്ലാവർക്കും പേടിയായില്ലേ? ഒരിത്തിരി ഇങ്ങനെ കാറ്റായി മാറി നോർന്നുകൊണ്ട് എല്ലാവരും ആഫ്രിക്കയ്ക്കൊന്നും പോകില്ല. പക്ഷേ നമ്മുടെ മൈൻഡ് നമ്മുടെ കാര്യം അന്വേഷിക്കുന്നത് മാറിയിട്ട് ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് തിരിയും. മനസ്സിലായോ? ദൈവകാര്യം അന്വേഷിക്കുന്നവരായിട്ട് നമ്മൾ മാറും. അപ്പം നമ്മൾ പിള്ളേരെക്കുറിച്ച് എന്തായിരിക്കും പ്രാർത്ഥിക്കുന്നത്? എൻ്റെ കർത്താവെ എൻ്റെ പിള്ളേർ നിൻ്റെ ഇഷ്ടം അനുസരിച്ച് ചലിക്കണമേ. അതെന്ന് പറഞ്ഞാൽ കാറ്റായി മാറണമേ. ഈ കാറ്റെന്നുള്ള വാക്കിന് തിയോളജിയിൽ ഭയങ്കര പ്രാധാന്യമുണ്ട് കേട്ടോ. ഞാനിത് ചുമ്മാ ഒരു ഇങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞതല്ല. കാറ്റെന്നുള്ള വാക്കിന് ഗ്രീക്കിൽ പറയുന്നത് ന്യൂമ എന്നാണ്. ന്യൂമ എന്നുള്ള വാക്ക് തന്നെയാണ് ആത്മാവ് എന്നുള്ളതിന് ഉപയോഗിച്ചേക്കുന്നത്. ന്യൂമറ്റോളജി, ന്യൂമാറ്റിക്കോസ്. ഇപ്പം ന്യൂമ എന്ന വാക്കിൻ്റെ അർത്ഥം ആത്മാവ്, കാറ്റ്, ഇതെല്ലാമാണ്. അപ്പം ശരിക്കും ആത്മാവ് തമിഴിൽ പറയല്ലേ ആവി. ആവി എന്ന് പറയുന്നവർ അത് കാറ്റിന് പറ്റിയൊരു വാക്കാണ്. നമ്മൾ പ്രഷർ കുക്കറിലൊക്കെ ആവി വരത്തില്ലേ? തമിഴർ ആവിയാണ് ആത്മാവെന്ന് വിളിക്കുന്നത്. അപ്പൊ ശരിക്കും ആത്മസ്വഭാവമുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാറ്റിൻ്റെ സ്വഭാവമുള്ളവരെന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞതിൻ്റെ അർത്ഥം അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ആത്മാവിൻ്റെ ചലനമനുസരിച്ചാണ്. ഇതാണ് ആത്മസ്വഭാവം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആഗ്രഹമുണ്ടോ ആത്മസ്വഭാവം ഉണ്ടാവണമെന്ന്? ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്തേക്ക്. ഞാനങ്ങനെ പറയാറില്ല, എനിക്ക് ഇന്ന് തോന്നിപ്പിച്ചു അങ്ങനെ പറയിപ്പിച്ചാൽ കൊള്ളാമെന്ന്. കാരണം ഈ നിങ്ങൾക്ക് എന്താ വേണ്ടത് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ലാത്തതുകൊണ്ടാണ്. കാരണം എല്ലാവരും എക്സ്പ്രഷൻ ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുമായതുകൊണ്ടേ ശരിക്കും അതാണോ ഇതാണോ വേണ്ടതെന്ന് അറിയണമല്ലോ. അപ്പം ആ പിടി അങ്ങ് വിട്ടാൽ, ഏത് പിടി? ഉപജീവനത്തിൻ്റെ പിടി. ഈ ഉപജീവനത്തിൻ്റെ പിടി ഇത്ര മുറുകാനുള്ള കാരണം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. എൻ്റെ തിയറി കേട്ടോ, ബൈബിളിൽ നിന്നല്ല, എൻ്റെ തിയറിയാണ്. ഈ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയിലാണ് ഈ പ്രവാചകന്മാർ ഏറ്റവും കൂടുതൽ കയറി ഇറങ്ങുന്നത്. അതിൻ്റെ കാരണം വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന വരുന്ന മുഴുവൻ സ്ത്രീകളാണ്. ഈ സ്ത്രീകളുടെ കൺസേൺ എന്ന് പറഞ്ഞാൽ മക്കളുടെ കാര്യം എന്താകും, പരീക്ഷ പാസ്സാകുമോ, ഗതി പിടിക്കുമോ, ജോലി കിട്ടുമോ, ഇത് ഭയങ്കര ആശങ്കകളാണ്. എൻ്റെ ഭർത്താവ് ആവശ്യത്തിന് പ്രാർത്ഥിക്കുന്നില്ല, അവൾ ആത്മീകനല്ല. മിക്കവാറും എല്ലാ ഭാര്യമാരുടെയും പ്രശ്നമാണ് ഭർത്താക്കന്മാർ പ്രാർത്ഥിക്കുന്നില്ല, അല്ലേ? പക്ഷെ അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. ഈ സ്ത്രീകളുടെ സ്പിരിച്വാലിറ്റിയും പുരുഷന്മാരുടെ സ്പിരിച്വാലിറ്റിയും തമ്മിൽ ബേസിക്കലി വലിയ ഡിഫറൻസ് ഉണ്ട്. അമ്മമാർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ പിന്നെ തീരെയല്ല. മക്കളുടെ ആഗ്രഹം അപ്പന്മാർ പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യണമെന്നായിരിക്കും പൊതുവെ എല്ലായിടത്തും അല്ല. കാരണം ഈ ആകുല ചിന്ത, മക്കളുടെ ഗതി എന്താവും, മക്കൾ എവിടെ എത്തും, ഈ ആകുല ചിന്തയായിട്ട് അമ്മച്ചിമാരിയ്ക്കുന്നെന്നുള്ള കാര്യം പാസ്റ്റർമാർക്കറിയാം. അവർ പറയുന്ന മുഴുവൻ ഈ മക്കളുടെ ഭാവി തലമുറ അനുഗ്രഹിക്കും. ഇത് മാത്രമായി മാറാനുള്ള കാരണം അതാ, ഉപജീവനത്തിൻ്റെ കൺസേണിലോട്ട് ഈ വിശ്വാസം മുഴുവൻ മാറിപ്പോയി. ആരും ദൈവരാജ്യം അന്വേഷിക്കുന്നില്ല. ദൈവം രാജാവാണെങ്കിൽ നമ്മൾ കാറ്റ് പോലെയാണ്. ഈ കാറ്റ് പോലെ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മൾ ധ്യാനിച്ചാൽ, ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ രക്ഷിക്കപ്പെടുന്നത് 1994 അപ്പോൾ രക്ഷിക്കപ്പെട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ രക്ഷയിലോട്ട് നടത്തിയ ആൾ എന്നോടൊന്ന് പറഞ്ഞു, ചേച്ചി നിങ്ങൾ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചാൽ മാത്രം പോരാ, അവനെ കർത്താവ് എന്ന് കൺഫസ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ പറയുന്നത്, രക്ഷിതാവും കർത്താവുമായി യേശു ക്രിസ്തു തന്നെയല്ലേ നമ്മൾ പറയുന്നത്, ഞാൻ അങ്ങനെ കൺഫസ് ചെയ്തതാണല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞു അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ശരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ കർത്തൃത്വം, ലോർഡ്ഷിപ്പ് ആരുടെ കയ്യിലാണ്? ഞാൻ കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് കർത്താവിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണോ? ഉദാഹരണത്തിന് ഒരു കല്യാണം ആലോചിക്കുമ്പോൾ, ഞാൻ ഇത് നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു കല്യാണം ആലോചിക്കുമ്പം നമ്മൾ എങ്ങനെ കല്യാണം ആലോചിക്കുന്നത് പറയട്ടെ, ഒന്നുകിൽ ഏതെങ്കിലും ചെറുക്കനോ പെണ്ണോ പോയി അവർക്ക് ഇഷ്ടമുള്ളതിനെ കണ്ടുപിടിക്കും, അതൊരു വഴി.
രണ്ടാമത്തെ വഴി പേരൻസിൻ്റെ വഴിയാണ്. അത് ഇത്തിരി കുരുട്ടാണ്, വളഞ്ഞ വഴിയാണ്. അവരാദ്യം നോക്കുന്നത് സാമ്പത്തികമായിട്ട് ഒക്കുന്നവരാണോ എന്നാണ്. അത് ഇന്ത്യയിലെ സമ്പത്തിൻ്റെ ദേവി ലക്ഷ്മിയാണ്, നിങ്ങൾക്കറിയാം അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ലക്ഷ്മി ദേവി ഹാപ്പി ആയോ? ഹാപ്പിയാണ്, ഇഷ്ടംപോലെ സ്വത്തുണ്ട്, ഏക മകളാണ്, ഓക്കെ. അത് പോരാ, ഇനി സരസ്വതി ഉണ്ട് അപ്പുറത്ത്, വിദ്യാഭ്യാസത്തിൻ്റെ ദേവി. പെൺകൊച്ച് എന്ത് പഠിച്ചതാ? MBA. ഓ, അപ്പോൾ സരസ്വതി ഈസ് ഓൾസോ ഹാപ്പി. ഇനി അടുത്തൊരു ചോദ്യമുണ്ട്, നമ്മുടെ കൂട്ടരാണോ? അതെ അതെ, നമ്മുടെ അതേ കൂട്ടരാ. അപ്പോൾ കുലദൈവങ്ങളും ഹാപ്പി. കല്യാണം നടക്കും, കല്യാണം തീരുമാനിക്കാൻ കാരണം എന്താ? ഇതെല്ലാം ഒത്തു വന്നു, അതുകൊണ്ടാണ് കല്യാണം തീരുമാനിച്ചത്. ഇനി നമ്മൾ കർത്താവിൻ്റെ അടുത്തോട്ട് ചെല്ലുവാണ്. ഞങ്ങളുടെ കയ്യിൽ പച്ചവെള്ളം മാത്രമേ ഉള്ളൂ, കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയ നീ ഞങ്ങളുടെ കയ്യിലുള്ള വെള്ളമെല്ലാം വീഞ്ഞാക്കി തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ദൈവങ്ങൾ സമ്മതിച്ചൊരു കല്യാണം ഇപ്പോഴാണ് ഒത്തു വന്നത്. നീ അവിടെ സെർവൻ്റായി ഈ കൽബറിനി കോരി നിറയ്ക്കാൻ ആരെങ്കിലും പറഞ്ഞത് ചെയ്യിപ്പിച്ചു തരുന്ന നടത്തിപ്പുകാരനായിട്ട് നീ വന്നില്ലെങ്കിൽ ഞങ്ങൾ കുത്തുപാള എടുക്കും. ആരാണ് ദൈവം, ആരാണ് സെർവൻറ്റ്? ആരാണ് ദൈവം, ആരാണ് സെർവൻറ്റ്? നമ്മൾ തന്നെയാ ദൈവം. ഈ ലക്ഷ്മി സരസ്വതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെയാണ്, നമ്മുടെ കൊതികളാണ്. ഈ ഏറ്റവും വലിയ വിഗ്രഹം എന്ന് പറയുന്നത് ഞാനാ. എന്നിട്ട് ഞാൻ ഇങ്ങനെ പല വിഗ്രഹങ്ങളിൽ ഷേപ്പ് കൊടുക്കുക. ധനം, വിദ്യാഭ്യാസം, എനിക്ക് വേണ്ട കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. ലൈംഗികതയ്ക്ക് വേണ്ടി വരേണ്ട ദൈവം. ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ഞാനെന്ന വിഗ്രഹത്തെ തൃപ്തിപ്പെടുത്താനുള്ള എൻ്റെ കണ്ടെത്തലുകൾ അതല്ല. എന്നിട്ട് അവസാനം പറയാണ്, എൻ്റെ രാജ്യം വെച്ച് നോക്കിയാൽ ഇത് ബെസ്റ്റാണ്, എൻ്റെ രാജ്യം കുറച്ചുകൂടെ സ്ട്രോങ് ആവും. ആ പൈസയുള്ള പെൺകുട്ടികൾ എൻ്റെ കൂടെ വന്നാൽ എൻ്റെ രാജ്യം കുറച്ചുകൂടെ സ്ട്രോങ് ആവും. അതിന് നീ എന്നെ സഹായിക്കണം. അപ്പോൾ ദൈവം ആരാണ്? മനുഷ്യരുടെ രാജ്യം നന്നാക്കാനും വലുതാക്കാനുമുള്ള ഒരു സെർവൻറ്റ്. ഇപ്പൊ കാറ്റ് പോലെ എന്ന് പറഞ്ഞാൽ എന്തുവാ? കാറ്റ് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2001 ജൂണിൽ എൻ്റെ മുമ്പിൽ ഒരു പ്രപ്പോസൽ വന്നു. അത് ഇങ്ങനെ മനസ്സിൽ കിടന്നു, എനിക്ക് ആളെ അറിയില്ല, പ്രപ്പോസൽ ഇങ്ങനെ മനസ്സിൽ കിടപ്പുണ്ട്. പിന്നെ ജനുവരി 2002 ഫെബ്രുവരി കുറേ പ്രപ്പോസൽ വന്നു. അപ്പോൾ ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു കൺവിഷൻ കിട്ടി, ഈ ആളെയാണ് നീ കല്യാണം കഴിക്കേണ്ടത്, ഫോർ ഗുഡ് ഓർ ബാഡ്, ഫോർ വാട്ട് എവർ. എനിക്കത് വിശ്വസിക്കാൻ ഇത്തിരി പ്രയാസമായിരുന്നു. കാരണം ഷീ ഡിഡ് നോട്ട് ബിലോങ് ടു മൈ സ്റ്റേറ്റ്. മലയാളിയല്ല, ഭാഷ വ്യത്യാസം, എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് വ്യത്യാസം, കുടുംബം വ്യത്യാസം, എല്ലാം വ്യത്യാസം. ഞാൻ സംസാരിക്കുന്ന മലയാളം ആ ആൾക്ക് അറിയാമോ എന്ന് എനിക്കറിയത്തില്ല. ഒരു പരിചയമില്ല, സംസാരിച്ചിട്ടില്ല, നേരിട്ട് മുഖാമുഖം കണ്ടിട്ടില്ല. അപ്പം ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഇതെന്തുകൊണ്ടാണ് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് വരുന്നത്? ഞാൻ ഗിദെയോൻ ചോദിക്കുന്ന പോലെ 3-4 അടയാളങ്ങൾ ചോദിച്ചു. ഒരിക്കലും സംഭവിക്കില്ല എന്ന് ഉറപ്പുള്ള കുറേ അടയാളം. പക്ഷെ അതെല്ലാം നടന്നു. എൻ്റെ വീട്ടിലോട്ട് ചെന്നപ്പം അപ്പം പറഞ്ഞു, ഒരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല, വല്ല ജാതിക്കാരെ സംസ്ഥാനക്കാരെയൊന്നും വിളിച്ച് എൻ്റെ വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഒരു നിവൃത്തിയില്ല, എന്ത് ചെയ്യണമെന്ന്. അവസാനത്തെ അടയാളം കർത്താവിനോട് ചോദിച്ചു, ഞാൻ ഈ പ്രാവശ്യം വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ അപ്പൻ ഇതിന് സമ്മതിക്കണം. അതാണ് ലാസ്റ്റ് അടയാളം. ഒരു ചാൻസും ഇല്ല. പക്ഷെ അവിടെ ചെന്നപ്പോൾ അപ്പം പറയാണ്, നീ നിൻ്റെ അമ്മയുടെ അനിയത്തിയും ഫാമിലിയും വിളിച്ചുകൊണ്ട് പോയി കണ്ടോളാൻ. പക്ഷേ വേറൊരു ഗുട്ടൻസ് ഉണ്ടായിരുന്നു. അപ്പം നീ അമ്മയുടെ അനിയത്തിയോട് പറഞ്ഞായിരുന്നു, നീ പോയത് കലക്കിയിട്ടേ വരാവുള്ളൂ എന്ന്. അതതിൻ്റെ ഉപകഥയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് അടയാളങ്ങളെല്ലാം കറക്റ്റ് വീഴുക. എനിക്ക് നിഷേധിക്കാൻ പറ്റുന്നില്ല, നോ പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ദൈവം എന്തു പറയുന്നു? അപ്പം ഞാനൊരാളെ അവിടെ പറഞ്ഞു വിട്ടു, ഈ കല്യാണം ആലോചിക്കാൻ പറഞ്ഞു വിട്ടപ്പോൾ ഞാനോട് പ്രത്യേകിച്ച് പറഞ്ഞു, ഒരു കാര്യവും ചോദിക്കരുത്. എഡ്യൂക്കേഷൻ, ബാക്ക്ഗ്രൗണ്ട്, വീട്ടിൽ എത്ര പേരുണ്ട്, അവരെന്ത് ചെയ്യുന്നു, പൈസ കയ്യിലുണ്ടോ, സഹോദരങ്ങളുണ്ടോ, പ്രായം എത്രയായി, എന്തു പഠിച്ചിട്ടുണ്ട്, ഡോണ്ട് ആസ്ക്. ഒന്നും അറിയണ്ട, ജസ്റ്റ് ആസ്ക്, ദൈവഹിതം നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടോ ഇല്ലയോ. കർത്താവിനോട് കൃത്യമായിട്ട് പറഞ്ഞു, ഒന്നും അന്വേഷിക്കരുത്, ഞാൻ തരുന്നത് കാറ്റുപോലെ സ്വീകരിച്ചോ. ബാക്കി കഥ പറയണ്ട. ഇപ്പം 22 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ കാറ്റായി മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബേസിക് അർത്ഥം, ഞാൻ എൻ്റെ മേലുള്ള എൻ്റെ കൺട്രോൾ അവസാനിപ്പിച്ച് ഞാൻ സറണ്ടറായി. കല്യാണം കഴിക്കുന്നില്ലെങ്കിൽ വേണ്ട. ഞാൻ ആദ്യം ഞാൻ വിചാരിച്ച് കർത്താവിനോട് കല്യാണം കഴിക്കണ്ടെന്ന് പറയുന്നു.
വലിയ ആഗ്രഹമായിരുന്നു, അങ്ങനെ കർത്താവ് പറയുമായിരുന്നേ നല്ലതായിരുന്നു. ഞാൻ പിന്നെ ആലോചിച്ചു, ഈ കല്യാണം കഴിക്കാതെ ജീവിച്ച് കുറേ കാലം കഴിയുമ്പോൾ ഒറ്റപ്പെട്ടു പോലും. അപ്പോൾ ഈ കത്തോലിക്കരുടെ അച്ഛന്മാരെ പോലെ ഒരു ബ്രദേഴ്സ്, കല്യാണം കഴിക്കാത്ത ബ്രദേഴ്സിൻ്റെ ഒരു ഓർഡർ ഉണ്ടാക്കാം, സുവിശേഷ വേല മറ്റുള്ള കാര്യങ്ങൾ. പക്ഷേ ഓർഡർ ഉണ്ടാക്കാൻ ഞാൻ മാത്രമേ ഞാൻ കണ്ടുള്ളൂ, വേറെ ആരെയും കണ്ടില്ല. തന്നെയല്ല, കുറേ കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു മര്യാദയ്ക്ക് പെണ്ണ് കെട്ടാന്ന് പറഞ്ഞു, കെട്ടി. ഇത് ഞാൻ പറയാൻ കാരണം, വെൻ യു ബിക്കം ലൈക്ക് വിൻഡ് യു ആർ നോട്ട് കൺസേൺഡ് അബൌട്ട് യു. ഞാൻ എന്ന് പറയുന്നൊരു സാധനം അവിടെ ഇല്ല. അവിടെ കർത്താവിൻ്റെ ഇഷ്ടം മാത്രമേ ഉള്ളൂ. ഇത് നമ്മളാൽ സാധിക്കില്ല, ദൈവത്തിന് മാത്രമേ നമ്മളെ അങ്ങനെ മാറ്റാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കാൻ, ഇയാളിപ്പോൾ നല്ല കാറ്റായിരിക്കുമെന്ന്. ചില സമയത്തൊക്കെ കാറ്റാ, ചില സമയത്തൊക്കെ ഞാൻ ഈ കല്ലുപോലാവും. ഇതൊരു ലോങ് പ്രോസസ്സാണ്. ജീവിതത്തിൽ മുഴുവൻ നമ്മൾ ഈ വിശുദ്ധീകരണത്തിലൂടെ കടന്നുപോയി ഒരിക്കൽ നമ്മൾ കർത്താവിനെ പോലെ ആകും. ബട്ട് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് റീജനറേഷൻ. ഇത് വീണ്ടും ജനനത്തിലൂടെയാണ് ആരംഭിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിൽ വസിക്കുന്ന ആ പ്രോസസ്സ്, അത് വളരുന്ന പ്രോസസ്സ്. ഓക്കെ, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയം മുഴുവൻ പോയി. എനിക്ക് വേറൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ഇനി റോമർ 3:19, 20, 21 വായിച്ചു പെട്ടെന്ന്. 15 മിനിറ്റ് നിർത്തണം എന്നുള്ളതാണ് ഇതിനകത്തെ പ്രശ്നം. ഓക്കെ, ന്യായപ്രമാണം പറയുന്നത് എല്ലാ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരോട് പറയുന്നു, പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. അങ്ങനെ ഏതു വായു അടഞ്ഞ്. അപ്പം എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കള്ളു കുടിക്കുന്നില്ല, സിഗരറ്റ് വലിക്കുന്നില്ല, സിനിമാക്കോട്ടെ പോകുന്നില്ല, ദശാംശം കൊടുക്കുന്നു, ചർച്ചിൽ കൃത്യമായിട്ട് വരുന്നു, വെള്ളവസ്ത്രം ധരിക്കുന്നു, ആഭരണം ഊരിയിരിക്കുന്നു. ഞാൻ പറയാണ്, എടാ മര്യാദയ്ക്ക് ജീവിക്കുക. നിങ്ങൾ എന്തിനാ ഇങ്ങനെ കള്ളു കുടിക്കുന്നത്? എന്തിനാ സിഗരറ്റ് വലിക്കുന്നത്? നിങ്ങളുടെ ശരീരം തട്ടിപ്പോവല്ലേ? നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കുവോ? ശരിയല്ലേ? ശരിയാണ്. കള്ളു കുടിക്കുന്ന ദൈവരാജ്യത്തിൽ പോവോ? പോവില്ല. സത്യം ഞാൻ പറയുന്നത്. കരളും ലിവർ ഒന്ന് തന്നെയാണല്ലോ. ആന്തരിക അവയവങ്ങളെല്ലാം അടിച്ചുപോയി നമ്മൾ വെറുതെ തിന്നും കുടിച്ചും ചാവും, ഒരു പ്രയോജനമില്ലാതെ. ശരിയാ. പക്ഷെ ഇതെല്ലാം പറഞ്ഞെൻ്റെ വായ ഇങ്ങനെ തുറന്നിരിക്കുക. എല്ലാവരും ഉപദേശിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ന്യായപ്രമാണം എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എൻ്റെ വായ അടഞ്ഞു. ഞാനും എന്താണ്? പാപിയാണ്. ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ല, പക്ഷെ എൻ്റെ ഉള്ളിൽ ഈ സാധനങ്ങളെല്ലാം ഉണ്ട്. അസൂയ, പിണക്കം. അപ്പം ഞാൻ എങ്ങനെ വെളിപ്പെടുന്നത്? എനിക്ക് തന്നെ എൻ്റെ വായു അടഞ്ഞു. അടുത്ത വാക്യം, 20-ാം വാക്യം. അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല എന്ന് നാം അറിയുന്നു. അപ്പോൾ നമ്മൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചെങ്കിൽ, ഇതൊരു ക്ലാസ് റൂം എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുക. ഓക്കെ, എക്സാമിനേഷൻ നടക്കുമ്പോൾ സാധാരണ നിങ്ങൾ കൊണ്ടുപോകുന്ന ആയുധങ്ങൾ എന്തൊക്കെയാണ്? കട്ട് ചെയ്ത തുണ്ടുകടലാസ്, സ്ലീവിനുള്ളിൽ ചെരുപ്പിൽ എഴുതി വെച്ചിരിക്കുന്ന ഫോർമുല അല്ലേ? ഷൂസിനകത്ത് ഇല്ലല്ലേ? പിന്നെ എന്തൊക്കെയാ? ഇൻസ്ട്രുമെന്റ് ബോക്സിനകത്ത് കോഡ് ഭാഷയിൽ. പിന്നെ എവിടെയൊക്കെ എന്തൊക്കെ? എനിക്ക് അത്ര പരിചയം കുറവാണ്. എന്തെങ്കിലും ആട്ടെ, കുറേ സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ആയിട്ടാണ് നിങ്ങൾ പോന്നിരിക്കുന്നത്. അപ്പോൾ കോപ്പി അടിക്കാൻ തീരുമാനിച്ചു തന്നെയാണ്, കാരണം എക്സാം ടഫാണ്. എല്ലാവരും അങ്ങനെ തീരുമാനിച്ചു തന്നെ വന്നേക്കുന്നത്. പക്ഷേ ഇൻവിജിലേറ്റർ എക്സാമിനറെ കണ്ടപ്പോൾ നിങ്ങളുടെ ശ്വാസം നിന്നുപോയി. അത് ഞാനാണ്. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള എക്സാമിനറാണ്. നിങ്ങൾ പറഞ്ഞു ഇതോടെ നമ്മൾ പൊട്ടിയിടാ എന്ന് പറഞ്ഞു. കാരണം ഇയാളെ നമ്മുടെ റൂമിലോട്ടാണോ? അതെ, നേരെ വന്ന് കയറുന്നു. നിങ്ങളുടെ മനസ്സെന്ത് പറയും? തകർന്നു. അപ്പോൾ ഈ പുള്ളി ഇങ്ങനെ നിൽക്കുമോ ഫ്രണ്ടിൽ? ഒരാൾ അനങ്ങിയാൽ ആ പുള്ളിക്ക് അറിയാം. നിങ്ങൾക്കറിയാം, ഒരു ടീച്ചറിന് എല്ലാ പിള്ളേരുടെയും ചലനങ്ങൾ അറിയാം. അവർ മൈൻഡ് ചെയ്യാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അലസന്മാരായതുകൊണ്ടാണ്. ഒരു ടീച്ചർ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ദൃഷ്ടികോണിനകത്ത് വരുന്നത്, ഇപ്പം ഇത്രയും വീതിയിലിരുന്നാൽ പറ്റത്തില്ല. ഈ ഒരു സെക്ഷൻ, 2 സെക്ഷനാണ് കാണുന്നതെങ്കിൽ ഓരോരുത്തരും അനങ്ങുമ്പോൾ, കൈ അനക്കുമ്പം, ചുണ്ടനക്കുമ്പോൾ, കണ്ണ് പോകുമ്പോൾ എല്ലാം അറിയാം. ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അപ്പം ഞാനിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഞാൻ കരുണയില്ലാത്ത, ന്യായപ്രമാണം അങ്ങനെയാണല്ലോ, കരുണയില്ലാത്ത ദുഷ്ടനായ ഒരു എക്സാമിനറാണ്. ഒരുത്തിനെ പിടിച്ചാൽ 3 വർഷം ബാർ, പിന്നെ 3 വർഷം എക്സാം എഴുതാൻ പറ്റത്തില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഡീസൻ്റാണ്. ഒരാൾ അങ്ങോട്ടും നോക്കുന്നില്ല, ഇങ്ങോട്ടും നോക്കുന്നില്ല. ന്യായപ്രമാണം ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുക. അതിനകത്ത് ഭയം. ശരിയല്ലേ? അപ്പോൾ അതിനകത്ത് 1-2 കോപ്പി അടിക്കാത്ത പിള്ളേരുണ്ടായിരുന്നു. ഒരിക്കലും കോപ്പി, കാരണം അവർ ഭയങ്കര പഠിപ്പിസ്റ്റുകളാണ്. അവർ കോപ്പി അടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അവരെ കൊണ്ടും സാധിക്കുന്നില്ല. അപ്പോൾ അവർ എവിടെ നിന്നെങ്കിലും ഉത്തരം കിട്ടിയാലോ നോക്കിക്കൊണ്ടിരിക്കുക, പക്ഷെ പറ്റുന്നില്ല. എല്ലാം ഇങ്ങനെ ഉത്തരപ്പേപ്പറിൻ്റെ മുമ്പിൽ സ്റ്റക്കായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറയാണ്, നിങ്ങൾ ഇത്ര നല്ല മനുഷ്യരാണല്ലോ, ന്യായപ്രമാണം നിങ്ങൾക്ക് ആവശ്യമില്ല,
ഞാനതുകൊണ്ട് പോവുകയാണ്, നിങ്ങൾ ഡീസൻ്റായിട്ട് പരീക്ഷ എഴുതിക്കണം, ബൈ ബൈ എന്നും പറഞ്ഞ് ഞാൻ ആ ഡോറ് തുറന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? എന്തായിരിക്കും സംഭവിക്കുന്നത്? അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു, കാലിൻ്റെ അടിയിലുള്ള സോക്സിൽ നിന്ന് വലിച്ചെടുക്കുന്നു, സ്ലീവിനകത്ത് വരുന്നു, അടുത്ത് എടാ പേപ്പർ ഇങ്ങനെ തന്നേടാ എന്ന് പറഞ്ഞാൽ പേപ്പറോടെ നോക്കുന്നു, വേറൊരുത്തിന് അപ്പുറത്ത് പോയി പുസ്തകം എടുത്തുകൊണ്ട് വരുന്നു. ശരിയല്ലേ? സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ? ന്യായപ്രമാണം ഉള്ളിടത്തോളം കാലം മര്യാദക്കാരായിട്ട് അവർ അഭിനയിച്ചു. പക്ഷെ പ്രമാണം ഇല്ല, ശിക്ഷയില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ഒറിജിനൽ സ്വഭാവം വെളിയിൽ കാണിച്ചു. നീതിമാന്മാരുണ്ടായോ? നീതിമാന്മാരുണ്ടായോ? ഇല്ല. നീതി പ്രവൃത്തി ഉണ്ടായി, പക്ഷെ ആരും നീതിമാനായില്ല. ശരിയാണോ? ഇവിടെ എല്ലാം AI ക്യാമറ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പൈസ കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് AI ക്യാമറ റിപ്പോർട്ടൊന്നും വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെയും പഴയ പോലെ റിപ്പോർട്ട് വരുമ്പോൾ നമ്മൾ അപ്പം ന്യായപ്രമാണം ഉള്ളിടത്തോളം നമ്മൾ അനുസരിക്കുന്നുണ്ട് പേടിച്ച്. പക്ഷെ ആള് നന്നാകുന്നില്ല. ഈ പ്രമാണം കൊണ്ട് ആരെയും നീതിമാന്മാരാക്കാൻ പറ്റുന്നില്ല, കുറച്ച് നീതി പ്രവൃത്തികൾ ഉണ്ടാക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ. സമ്മതിച്ചോ? ഒരു ഉദാഹരണം കൂടെ പറയാം. ഒരപ്പന് 2 മക്കളുണ്ടെന്നിരിക്കട്ടെ. മൂത്ത മകൻ ഭയങ്കര തല്ലിപ്പൊളി, അനുസരണം കെട്ടവനും എന്ത് പറഞ്ഞാലും തർക്കുത്തരം പറയുന്നവനുമാണ്. അവരുടെ അപ്പം പറയാണ്, എടാ ഞങ്ങൾ വെളിയിൽ പോകുമ്പം ഈ റൂമെല്ലാം അടിച്ചു വാരി ക്ലീനാക്കി ഇട്ടേക്കണം, റൂമെല്ലാം അടിച്ചു വാരി ക്ലീനാക്കി ഇട്ടേക്കണം. അപ്പോൾ ഇവൻ പറയും, എന്നെക്കൊണ്ട് സൗകര്യമില്ല. അപ്പം പറഞ്ഞു, നീ മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ നിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിടും, എനിക്ക് ഇങ്ങനൊരു മകനില്ല. അവൻ ആലോചിക്കുമ്പോൾ അവന് 15 വയസ്സേ ഉള്ളൂ, വെളി ഇറക്കി വിട്ട് ജീവിക്കാൻ പറ്റില്ല. ആ ശരി, ഞാൻ ചെയ്തേക്കാം. അവനെല്ലാം അടിച്ചു വാരിയിടുന്നു. രണ്ടാമത്തെ മകൻ അങ്ങനെയല്ല, അവനോടൊന്നും പറഞ്ഞില്ല. അവൻ തന്നെ വിചാരിക്കുകയാണ്, എൻ്റെ അപ്പനും അമ്മയ്ക്ക് എന്നോട് എന്തുമാത്രം എന്നെ കരുതുന്നത്, ഞാൻ അവർക്കൊരു ഉപകാരമായിരിക്കോട്ടെ, അവർക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ച് അവൻ അടിച്ചു വാരിയിടുന്നു. ഇത് 2 പേരും ന്യായപ്രമാണത്തിൻ്റെ നീതി നടന്നു, 2 പേരുടെ ജീവിതത്തിൽ നടന്നു. പക്ഷെ ഒരാളെ നീതിമാനായുള്ളൂ. അതാരാ? രണ്ടാമത്തെ മകൻ. മറ്റോ നീതിമാനല്ല. അപ്പോഴും ഉള്ളിൽ അവൻ പറയുന്നതെന്നറിയോ, 15 വയസ്സായ എന്നോട് അവരിട്ട് തട്ട, ഞാൻ 25 വയസ്സാകുമ്പോൾ ഞാൻ സ്വന്തം ജോലി ചെയ്ത് ജീവിക്കുമ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കുക ഈ അപ്പനെ അമ്മേനെ ഞാൻ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ വീടിന് വെളിയിലോട്ട് ഇറങ്ങട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ നടക്കുന്നത്. ഇന്ന് അങ്ങനെ നടക്കുന്ന പല പിള്ളേരും ഉണ്ട്. ഞാൻ കാണിച്ചു തരാം, വലുതാവട്ടെ, നിങ്ങൾ അന്നേരം എന്നെ വഴക്ക് പറയുന്നത്. നീതിമാനില്ല. അവൻ നീതിമാനാണോ? അപ്പൊ നീതിമാൻ ഉണ്ടാകുന്നത് നിയമങ്ങൾ കൊണ്ടാണോ അതോ ഹൃദയ പരിവർത്തനം കൊണ്ടാണോ? പറ. ഹൃദയം മാറാതെ ന്യായപ്രമാണം വെച്ചവരുടെ നീതിമാന്മാരാക്കാൻ പറ്റുമോ? കൂദാശ വെച്ചാക്കാൻ പറ്റുമോ? വെള്ളവസ്ത്രം ഇട്ടാൽ മാറ്റാൻ പറ്റുമോ? ആരെ നീതിമാനാക്കാൻ പറ്റത്തില്ല. നീതിമാനാകണമെങ്കിൽ ആത്മസ്വഭാവമുള്ളവരായി അവർ മാറണം. അത് വിശ്വാസത്താൽ മാത്രമേ ആ സ്വഭാവത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. ഇത്രയൊക്കെ മനസ്സിലായി ഞാൻ പറയുന്നത്? ഇനി 23-ാം വാക്യം വായിച്ച്, 22-ാം വാക്യം വായിച്ച്, 21. ആ, ഇപ്പോഴോ ദൈവത്തിന്റെ നീതി, അത് കടിച്ചാ പൊട്ടാത്ത നീതി, വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കലെ വിശ്വാസത്താലുള്ള നീതി തന്നെ, ദൈവനീതി തന്നെ, ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ നീതി എങ്ങനെ വെളിപ്പെട്ടു വന്നേ? ന്യായപ്രമാണം കൂടാതെ. ഹൃദയത്തെ അങ്ങ് മാറ്റുമായിരുന്നു. നമ്മൾ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി നമുക്കൊരു ആത്മസ്വഭാവം ലഭിക്കായിരുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും എങ്ങോട്ടാണ് നോക്കേണ്ടത്? ക്രിസ്തുവിലേക്കാണ് നോക്കേണ്ടത്, പ്രമാണങ്ങളിലേക്കല്ല. പിന്നെ എങ്ങോട്ടാണ് നോക്കേണ്ടത്? ക്രിസ്തുവിലേക്ക്. അപ്പൊ നമ്മൾ എപ്പോഴും ആത്മാവ് നമ്മൾ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, യേശുവിന്റെ ജീവൻ ഇങ്ങനെ ആയിരിക്കും. കർത്താവ് നമ്മുടെ ജീവനായി മാറുന്ന. അപ്പൊ യേശുവിന്റെ ജീവൻ നമ്മൾ വിശ്വാസത്താൽ ജീവിക്കുക. വിശ്വാസം എന്ന് പറയുന്നത് കാർ വാങ്ങിക്കാനും വീട് വെക്കാനുള്ളതല്ല. വിശ്വാസം എന്ന് പറയുന്നത് യേശുവിനെ നേടാനുള്ളതാണ്. അപ്പൊ എങ്ങനെ നമ്മൾ നീതിമാന്മാരാകുന്നത്? ഇനി 27-ാം വാക്യം വായിച്ച്. ആകയാൽ പ്രശംസ എവിടെ? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. കാരണം എന്താ? 22-ാം വാക്യം വായിച്ച്. 24 വായിച്ചു. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലുള്ള വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നു. അപ്പൊ ഫെയ്ത്തിലൂടെ, വിശ്വാസത്തിലൂടെ ദൈവം നമ്മളെ സൗജന്യമായി നീതിമാന്മാരെന്ന് പ്രഖ്യാപിക്കുന്നു. എന്തിനാ അങ്ങനെ സൗജന്യമായിട്ട് കൊടുത്തത്? 26-ാം വാക്യം. താൻ നീതിമാനും. അപ്പൊ നീതിമാൻ ആര് മാത്രമേ ഉള്ളൂ? ദൈവം മാത്രമേ ഉള്ളൂ. അപ്പൊ വേറൊരുത്തൻ പ്രവർത്തിച്ച് നീതിമാനായാൽ അവന് നീതിമാനെന്ന് വരത്തില്ലേ? അവൻ നീതിമാനല്ല. ദൈവം മാത്രമേ ആരായിട്ടുള്ളൂ? നീതിമാനായിട്ടുള്ളൂ. ദൈവം മാത്രം നീതിമാനും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും എന്ന് വരേണ്ടതിന്. എന്തിനു വേണ്ടി ദൈവം സൗജന്യമായിട്ട് കൊടുത്തത്?
ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ ദൈവം നീതീകരിക്കും എന്ന് തെളിയിക്കാൻ വേണ്ടി. 27-ാം വാക്യം എന്താ പറയുന്നത്? ആകയാൽ പ്രശംസ എവിടെ? അപ്പം മനുഷ്യരുടെ രാജ്യം, മനുഷ്യരുടെ നീതി, അതിൻ്റെ പ്രശംസ ദൈവം എടുത്തു കളഞ്ഞു. ആർക്കും പ്രശംസിക്കാനൊന്നുമില്ല. യേശു ക്രിസ്തു തന്നെ നമ്മുടെ നീതിയായി മാറി. ഇതാണ് പുതിയ നിയമത്തിൻ്റെ ഏറ്റവും സെൻട്രൽ ടീച്ചിങ്. നമ്മൾ പ്രവൃത്തിയിലൂടെ അല്ല, വിശ്വാസത്തിലൂടെയാണ് ക്രിസ്തുവിൻ്റെ ജീവൻ ജീവിക്കുന്നത്. ആ ജീവിതത്തിൽ നിന്ന് വേണം പ്രവൃത്തികൾ വരാൻ. ഉദാഹരണത്തിന്, ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന സ്നേഹത്തിൽ നിന്ന് വേണം ഞാൻ അനുസരിക്കാൻ. ഒറ്റ വാക്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, ബാക്കി നാളെ. ഒരു മനുഷ്യൻ പാപിയായി ജനിച്ചതുകൊണ്ടാണ് അവൻ പാപം ചെയ്യുന്നത്, അല്ലേ? പാപം ചെയ്ത് ചെയ്ത് പാപിയാകുന്നതല്ല. പിന്നെയോ, പാപിയായി ജനിച്ചു, അതുകൊണ്ട് പാപം ചെയ്യുന്നു. അതുപോലെ നീതി ചെയ്ത് ചെയ്ത് നമുക്ക് നീതിമാന്മാരാവാൻ പറ്റത്തില്ല. നീതിമാനായി വീണ്ടും ജനിച്ചാൽ മാത്രമേ നമുക്ക് നീതി ചെയ്യാനും പറ്റുള്ളൂ. കാരണം വിശ്വാസം കൂടാതെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും പാപമാണ്. വിശ്വാസത്തിൻ്റെ ഫലമായിട്ട് വേണം നമ്മുടെ ഉള്ളിൽ നീതി ഉണ്ടാകാൻ. ഇതാണ് പുതിയ നിയമത്തിൻ്റെ സുവിശേഷം, നല്ല വാർത്ത. ഇത്രയും വലിയ നീതി വന്നപ്പോൾ അത് പ്രവൃത്തിയാലായിരുന്നെങ്കിൽ നമ്മളെല്ലാം നശിച്ചു പോയേനെ. നമ്മൾ ആരും കണ്ണു ചൂഴ്ന്നെടുത്ത് കളഞ്ഞിട്ടില്ല, നമ്മൾ ആരും സ്വത്ത് വിറ്റ് കൊടുത്തിട്ടില്ല. അത്രയും വലിയ നീതി വന്നപ്പോൾ ദൈവം പറഞ്ഞു, ഇത് പ്രവൃത്തിയാലല്ല, വിശ്വാസത്താലാണ്. ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ നിങ്ങൾ കാറ്റ് സ്വഭാവമുള്ളവരെ, ആത്മസ്വഭാവമുള്ളവരായി മാറും. ആത്മസ്വഭാവമുള്ളവരെ മാറുമ്പോൾ പതുക്കെ പതുക്കെ നിങ്ങൾ കൽപ്പനകളുടെ അനുസരണത്തിൻ്റെ പൂർത്തിയിലേക്ക് നടക്കും. അത് വിശ്വാസത്തിൻ്റെ വിശുദ്ധീകരണത്തിലൂടെ മാത്രമേ ആ വഴിയിലൂടെ, ഇടുക്ക് വഴിയിലൂടെ കടക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇതാണ് ഫെയ്ത്ത് എലോൺ എന്ന് പറയുന്നത്. ഓൺലി ബൈ ഫെയ്ത്ത് എലോൺ. നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുകയാണെങ്കിൽ സൊല്യൂഷൻ എന്നേ ഉള്ളൂ, ബിലീവ്. ഞാനല്ല, ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. ദാറ്റ്സ് ദ ക്രക്സ് ഓഫ് അവർ ഫെയ്ത്ത്. ഇതാണ് നമ്മുടെ വിശ്വാസം. ഞാനല്ല, ക്രിസ്തു അത്രേ. ഇപ്പം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാനല്ല, ക്രിസ്തു അത്രേ. എന്നെ കരണത്തടിക്കുമ്പോൾ ഞാൻ, കർത്താവേ ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ. ആ ക്രിസ്തുവിൻ്റെ ജീവനിൽ നിന്നാണ് ഈ സ്നേഹത്തിൻ്റെ ജീവജല നദികൾ ഒഴുകുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഫ്രം അവർ ഫ്ലഷ്. ആത്മസ്വഭാവത്തിൽ നിന്നാണ് സ്നേഹം ഫലമായി വെളിപ്പെട്ട് വരുന്നത്. ആ സ്നേഹത്തിൽ നിന്നേ പ്രവൃത്തികൾ ഉണ്ടാവും. ദൈവത്തിന് പ്രസാദമായ പ്രവൃത്തി അങ്ങനെ മാത്രമേ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ എല്ലാവർക്കും? അപ്പോൾ വിശ്വസിക്കുന്നവരെല്ലാം നീതിമാന്മാർ. അത് ദൈവം അങ്ങനെ പ്രഖ്യാപിച്ചു. എന്ത് വിശ്വസിക്കുന്നവർ? ഞാനല്ല, ക്രിസ്തു അത്രേ ജീവിക്കും. അല്ലാതെ എനിക്ക് കാറ് കിട്ടുമെന്ന് വിശ്വസിക്കുന്നവനല്ല നീതിമാൻ, അവൻ അത്യാഗ്രഹിയാണ്. ക്രിസ്തുവിനെ ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നവനാണ് നീതിമാൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നാളെ കാണാം. ഒരു നിമിഷം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, സുവിശേഷത്തിൻ്റെ സത്യ വെളിച്ചം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ച് കർത്താവ് യഥാർത്ഥ നീതിയിലേക്ക് വിശ്വാസത്തോടെ, ആഗ്രഹത്തോടെ, കൊതിയോടെ അടുത്ത് ചെല്ലുവാൻ, ക്രിസ്തുവിന് വേണ്ടിയുള്ളൊരു ദാഹം ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുവാൻ ദൈവം ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.